السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 127 ആയത്താണ് കണ്ടത് അല്ലേ. ഇന്ന് നമുക്ക് 128, 129 ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാമും കൂടെ കഅബ ബിൽഡ് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ദുആകളിലാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. വ ഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിലു റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. അവര് ചെയ്യുന്ന കർമ്മത്തിന്റെ സ്വീകാര്യതയെ കുറിച്ചുള്ള അവരുടെ വിഷമം അല്ലെ, അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കാൻ വേണ്ടി പറയണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ലെസൺസ് ആയിട്ട് ഇന്നലെ സംസാരിച്ചു. ഇന്ന് ഇൻഷാ അല്ലാഹ് അവരുടെ ദുആകളുടെ കണ്ടിന്യൂഷൻ ആണ് 128 ആയത്ത് ഇൻഷാ അല്ലാഹ്. റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കുകയും ഞങ്ങളുടെ ആരാധനാക്രമങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വാക്കർത്ഥം നോക്കാം. റബ്ബന, ഞങ്ങളുടെ റബ്ബെ അല്ലെ. റബ്ബ് പ്ലസ് ന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വമീറ മുത്തസിൽ. വജഅൽന, വജഅൽ, ഇജഅൽ, ഇഫ്അൽ പോലെ അതൊരു കൽപ്പനയാണ് അല്ലെ, റിക്വസ്റ്റ് ആണ്. അള്ളാഹുവെ നീ ആക്കണമേ, ഞങ്ങളെ, നീ ഞങ്ങളെ ആക്കണമേ. മുസ്ലിമേൻ, മുസ്ലിമേൻ റൂട്ട് സീൻ ലാം മീം, ഇസ്ലാം. ഓക്കെ, ഇവിടെ മുസ്ലിം എന്നുള്ള വാക്കിന്റെ ഡ്യുവൽ ആണ്. അതായത് നമ്മൾ പറഞ്ഞു അറബിയിൽ ഏകവചനവും ബഹുവചനവും അല്ലാണ്ട് രണ്ടു പേർക്കായിട്ടുള്ള ഒരു എന്താണ് ഇതുണ്ട് അല്ലെ, വാക്കുകൾ രണ്ട്. ഇപ്പം ഫേസ്മുകൾ പറയുമ്പോൾ രണ്ടുപേരെ സൂചിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ട്. അപ്പം മുസ്ലിം എന്നുള്ളതിന്റെ പ്ലൂറൽ ആണ് മുസ്ലിമൂന അല്ലെങ്കിൽ മുസ്ലിമീന. അതിന്റെ ഡ്യുവൽ ആണ് രണ്ടുപേരടങ്ങിയ മുസ്ലിം, രണ്ടുപേര് ചേർത്ത് പറയുമ്പോൾ അത് മുസ്ലിമേനി അല്ലെങ്കിൽ മുസ്ലിമാനി എന്ന് വരാം. ഇവിടെ മുസ്ലിമേനി. അപ്പം ഇവിടെ ഇബ്രാഹിം അലൈഹിസ്ലാമും ഇസ്മായിൽ അലൈഹിസ്ലാമും ദുആ ചെയ്യുന്നത് കൊണ്ട് രണ്ടുപേര് മുസ്ലിം, മുസ്ലിമേനി ഡ്യുവൽ ആണ്. ഓക്കെ, ലക നിനക്ക്, ല പ്ലസ് ക അല്ലെ, നീ, ക എന്നുള്ള ദമീർ മുത്തസിൽ ആണ് വരുന്നത്. വമിൻ ദുരിയത്തി, ആൻഡ് വ എന്ന് പറയുന്നത് ആൻഡ്, മിൻ നിന്ന്, ദുരിയ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ, സന്താന പരമ്പര അല്ലെങ്കിൽ സന്തതികൾ. ദുരിയത്തി ന ഞങ്ങളുടെ. അപ്പം റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുരിയത്തിന, എന്താണ് ഞങ്ങളുടെ സന്തതി പരമ്പരകളിൽ നിന്ന് വേണ്ടത്? ഉമ്മത്തൻ ഒരു സമുദായത്തെ, മുസ്ലിമത്തൻ കീഴൊതുങ്ങിയ. ഇവിടെ വീണ്ടും മുസ്ലിം എന്നുള്ള സീൻ ലാം മീം തന്നെയാണ് റൂട്ട്. ഇവിടെ മുസ്ലിമത്തൻ എന്നുള്ളത് ഫീമെയിൽ സിംഗുലർ, അതായത് സ്ത്രീലിംഗ ഏകവചനമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന ഒരു സമുദായത്തെ മൊത്തം സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അറബി ഭാഷയിലെ അല്ലെങ്കിൽ ഒരു നേഷന്റെ ഒരു ജനതയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അറബി ഭാഷയുടെ ഒരു സ്റ്റൈലാണ്. അധിക സ്ഥലങ്ങളിലും നമ്മൾ കാണും ഫീമെയിൽ സിംഗുലർ അല്ലെ, സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിക്കുന്നതായിട്ട്. അതുകൊണ്ട് ഉമ്മത്തൻ, മുസ്ലിമത്തൻ, ലക് നിനക്ക്, വ അരീന നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഇവിടെയും കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണ്. അരി എന്ന് പറയുന്ന കമാൻഡ്, ഞങ്ങൾക്ക്. മനാസിക്കന, മനാസിക്കന റൂട്ട് നൂൻ സീൻ കാഫ്, നൂൻ സീൻ കാഫ് നുസുഖ്. ഡീറ്റെയിൽസിലേക്ക് നമുക്ക് തഫ്സീറിന്റെ ഇടയ്ക്ക് പോവാം. മനാസിക് ന, ഓക്കെ. മനാസിക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇബാദത്ത് അല്ലെങ്കിൽ ആരാധനാ കർമ്മങ്ങൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന രീതി. ന എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ദമീർ മുത്തസിൽ വരുന്നത്. വതുബ് അലൈന, വതുബ് തൗബ എന്നുള്ള വാക്കിൽ നിന്ന് തുബ് നീ സ്വീകരിക്കണമേ, അലൈന ഞങ്ങളുടെ,
ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണമേ. ഇതിന്റെ തൗബയുടെ ഡീറ്റെയിൽസ് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. തഫ്സീറിൽ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. ഇന്നക്ക നിശ്ചയമായും നീ, അൻത നീ തന്നെ. നമ്മളെപ്പോഴും പറയാറുണ്ട് ഇന്നയുടെ കൂടെ ഒരു ദമീർ മുത്തസിൽ ആഡ് ചെയ്തിട്ട് എന്നിട്ട് അതിന്റെ പുറമെ വീണ്ടും ഒരു ദമീർ മുൻഫസിൽ, അതായത് സെപ്പറേറ്റ് ഒരു പ്രൊനൗണും അറ്റാച്ച്ഡ് പ്രൊനൗണും, ഡിറ്റാച്ച് പ്രൊനൗണും അറ്റാച്ച്ഡ് പ്രൊനൗണും കൂടെ ഇന്നയുടെ കൂടെ വരികയാണെങ്കിൽ അതൊരു ഡബിൾ സ്ട്രെസ് ആണ് അല്ലെ. നിശ്ചയമായും നീ തന്നെയാണ്. അത്തവാബ് ഏറെ പശ്ചാത്തലം സ്വീകരിക്കുന്നവൻ. അത്തവാബ് എന്ന് പറയുന്നത് അൽ ഫഅൽ ഫോമാറ്റ് ആണ്. അൽ ഫഅൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും എക്സ്ട്രീം ആണ്. അവിടെ ഒരു ബലാഗയുണ്ട്. ഏറ്റവും അധികം പശ്ചാത്തലം സ്വീകരിക്കുന്നവൻ, എന്നെന്നും പശ്ചാത്തലം സ്വീകരിക്കുന്നവൻ. നമ്മൾ മുമ്പ് ആദം അലൈഹി ഇസ്ലാമിന്റെ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ അവിടെ ഈ വാക്ക് പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ കുറച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പുതിയ ആൾക്കാർ പറ്റുമെങ്കിൽ ആയത്തൊന്നും കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വിശദീകരണം കിട്ടും. അത്തവാബ് അർ റഹീം. റഹീം കരുണാനിധി, എന്താണ് എപ്പോഴും എല്ലാ രീതിയിലും കാരുണ്യമുള്ളവൻ. ഓൾവേസ് ഓൾ. അൽ ഫഈൽ ഫോർമാറ്റ്. അൽ ഫഈൽ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓൾവേസ് ഓൾ, എല്ലാ കാരുണ്യമുണ്ട്, എപ്പോഴും കാരുണ്യമുണ്ട്. ഓക്കെ, നിന്നു പോവാത്ത കാരുണ്യം, അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇന്നക അൻത തവ്വാബുർ റഹീം, നീ തന്നെയാണ് തവ്വാബ്, നീ തന്നെയാണ് റഹീം. നമുക്ക് തഫ്സീറിലേക്ക് പോവാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാമും അവരുടെ ദുആ തുടരുകയാണ് അല്ലെ. അവരെന്താണ് അടുത്ത ദുആ ചെയ്യുന്നത്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വജഅൽന, ഞങ്ങളെ നീ ആക്കണമേ. ജഅൽന ജീം ഐൻ ലാം, ജഅല വജഅൽന എന്ന് പറയുമ്പോൾ അതൊരു കൽപ്പനയാണ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണ് അല്ലെ. കൽപ്പന തന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ട ആളുകളുടെ അടുത്തേക്ക് മാറുമ്പോൾ അതിന്റെ ടോണ് മാറും, അപ്പം അർത്ഥം മാറും. വാക്കുകൾ അതേപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വജഅൽന, ഞങ്ങളെ നീ ആക്കണമേ. മുസ്ലിമീൻ, മുസ്ലിമീൻ നമ്മൾ പറഞ്ഞു എന്താണ്, മുസ്ലിമിന്റെ ഡ്യുവൽ ആണ്. സീൻ ലാം മീം ആണ് റൂട്ട്. ഇസ്ലാം എന്നുള്ള വാക്ക്, ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴൊതുങ്ങിയവൻ. കീഴൊതുങ്ങാന്ന് വെച്ചാൽ പരിപൂർണമായിട്ട് ഫുള്ളായിട്ട് സറണ്ടർ ചെയ്യാം. എല്ലാം സറണ്ടർ ചെയ്യുന്നതിന്, എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും കീഴൊതുങ്ങുന്നതിനാണ് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവെ നീ ഞങ്ങളെ കീഴൊതുങ്ങിയവനാക്ക്. ലക്ക, നിനക്ക്. ഓക്കെ, നിനക്ക്, നിന്റെ മുമ്പിൽ കംപ്ലീറ്റ് ആയിട്ട് കീഴൊതുങ്ങിയവനാക്കുക. അതായത് ഞങ്ങൾ കീഴൊതുങ്ങേണ്ടത് ലക്കാണ്, നിനക്കാണ്, അല്ലാതെ എന്റെ ഇച്ഛയ്ക്കല്ല അല്ലെ, എന്റെ ശരികൾക്കല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്കല്ല, എന്റെ ചുറ്റുമുള്ളവർക്കല്ല, പക്ഷെ നിനക്ക് കീഴൊതുങ്ങിയവനാക്കുക. ഓക്കെ, നിന്റെ ഏത് കൽപ്പന വന്നു കഴിഞ്ഞാലും അത് സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിലാക്കുക ഞങ്ങളെ. ഇനി അതിനിടക്ക് നിന്റെ കൽപ്പനയുടെ ഇടയ്ക്ക് എന്റെ ഒരു ഇച്ഛ വന്നു കഴിഞ്ഞാലും, എനിക്ക് എന്തെങ്കിലും എന്റെ ആഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ അതിനിടക്ക് വന്നു കഴിഞ്ഞാലും അല്ലെ, അപ്പം ചിലപ്പോൾ ആളുകളുടെ ശരിയും അള്ളാഹുവിന്റെ ശരിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അള്ളാഹുവിന്റെ കൽപ്പനയും ആളുകളുടെ കൽപ്പനയും തമ്മിൽ കോൺട്രാക്ട് അല്ലെങ്കിൽ കോൺട്രഡിക്ട് ചെയ്യും അല്ലെ. അപ്പോഴും എന്താക്കണം, നിനക്ക് കീഴൊതുങ്ങിയവനാക്കുക. നിനക്ക് കീഴൊതുങ്ങിയവനാക്കാൻ വേണ്ടിയിട്ട്, ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിന്നെ എല്ലാത്തിനേക്കാളും എല്ലാരെക്കാളും മേലെ പ്രിഫർ ചെയ്യാനുള്ള ഒരു തൗഫീഖ്, ഒരു കഴിവ് നീ ഞങ്ങൾക്ക് താ. വജഅൽന മുസ്ലിമീനി ലക്. എന്തുകൊണ്ടായിരിക്കും ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഈ ദുആ ചെയ്യുന്നത്? അവർ ഓൾറെഡി മുസ്ലിം ആണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, അവരതാണ്. കാരണം അവർ വിശ്വാസികളാണ്, അള്ളാഹുവിനെ കംപ്ലീറ്റ് കീഴൊതുങ്ങിയവരാണ് അല്ലെ. നമുക്ക് അത്രക്ക് പെർഫെക്റ്റ് ഉദാഹരണങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞാലും അനുസരിച്ചിട്ടുള്ള രണ്ടുപേരാണ് സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാമും അല്ലെ. അതുകൊണ്ട് കൂടിയാണ് അവർ ഈ കഅബ ഉണ്ടാക്കുന്നത്. അള്ളാഹ് പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്തുകൊണ്ടാണ് അവര് ഞങ്ങളെ എന്താണ് മുസ്ലിമീൻ ആക്കണം അല്ലെങ്കിൽ മുസ്ലിമീനിലൊക്കെ ആക്കണം എന്ന് പറയുന്നത്? വജഅൽന മുസ്ലിമീനിലൊക്കെ. സാധാരണഗതിയിൽ ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യൻ പോലും, ഇവിടെ മുസ്ലിം എന്നുള്ള വാക്കർത്ഥത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ പറയുന്ന മുസ്ലിം അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം പേരുണ്ടെങ്കിൽ മുസ്ലിമായി. മുസ്ലിമിന്റെ വാക്കർത്ഥത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഒരു മുസ്ലിം പേരുണ്ടെങ്കിൽ തന്നെ നമ്മൾ പറയും, ആ ശരിയാ, ഞാൻ മുസ്ലിമാണ്, ഞാൻ അള്ളാഹ്ക്ക് കീഴൊതുങ്ങുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ പറയുന്ന ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും തന്നെ അള്ളാഹിന്റെ ചില കൽപ്പനകൾ അല്ലെ ഭയങ്കര പ്രയാസാണ്. അതൊന്നും എടുക്കാൻ പറ്റൂല അല്ലെ, അത് പ്രയാസാണ്, എന്നെ കൊണ്ട് പറ്റൂല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിലപ്പോ ശ്രമിക്കുന്നവരുണ്ടാവും. അത് എപ്പോഴും ആ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ വേറൊരു സൈഡിൽ അത് നോക്കണം. അള്ളാഹിന്റെ കൽപ്പന നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിച്ചു, ദ്വാ ചെയ്തു, അതിനുവേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാറ്റഗറിയാണ്. പക്ഷെ വേറൊരു കാറ്റഗറിയുടെ അള്ളാഹ് കൽപ്പിച്ചു, അത് ഭയങ്കര പ്രയാസമാണ്, അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കൂല അല്ലെ. അതുകൊണ്ട് ആ സൈഡിലേക്ക് പോവാത്ത ആളുകൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അവരും പറയാ എന്താണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ് അല്ലെ, ഞങ്ങൾ മുസ്ലിമാണ്, പേരും മുസ്ലിം ആയിരിക്കും. അള്ളാഹിന്റെ കൽപ്പനകൾ ബുഫേ പോലെ പെറുക്കി വേണ്ടതെടുത്ത് വേണ്ടാത്തതെടുത്ത് വേണ്ടാത്ത സ്ഥാനത്ത് അല്ലെങ്കിൽ അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ സ്വന്തം നഫ്സിനെ, ഇച്ഛയെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ സമൂഹത്തിനെ ഫോളോ ചെയ്യുന്നവരും പറയാ എന്താണ്, ഞങ്ങൾ മുസ്ലിമാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ളവർ മുസ്ലിം ആണോ?
അല്ല. ഒരു പക്ഷേ അവർ മുസ്ലിം ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മുസ്ലിം ആയിരുന്നിരിക്കാം. പക്ഷേ അള്ളാന്റെ ഒരു പുതിയ കൽപ്പന കേട്ട് കഴിഞ്ഞപ്പം അത് നമ്മൾ ഫോളോ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചെങ്കിൽ ഓക്കെ. കാരണം ഞാൻ എപ്പോഴും ഈ ഒരു കാര്യം എടുത്തെടുത്ത് പറയാൻ കാരണം ചിലർക്ക് ചില സാഹചര്യങ്ങളിൽ പ്രയാസമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുന്നതും ദുആ ചെയ്യുന്നതും വീണു പോയാൽ വീണ്ടും തൗബ ചെയ്ത് മടങ്ങി വീണ്ടും ശ്രമിക്കുന്നതും ഇബാദത്താണ്. അതും അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യമാണ്. അള്ളാഹ്ക്ക് ഏറ്റവും തൃപ്തിയുള്ള കാര്യം തന്നെയാണ്. അത് പ്രയാസമായിട്ടും അള്ളാന്റെ കൽപ്പന അനുസരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ചിലരുണ്ട് അള്ളാന്റെ കൽപ്പനയല്ലേ അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കൂലേ, പല റീസൺസാ. ഇതൊരു റീസൺ മാത്രം. അങ്ങനെ രീതിയിൽ പല റീസൺസിന്റെ പേരിൽ എന്താണ് ചിലത് എടുത്ത് ചിലത് എടുക്കാത്ത ആളുകൾ ഉണ്ടാവും. അവര് ഒരു പക്ഷേ മുസ്ലിം ആയിരുന്നിരിക്കാം, പക്ഷെ അവർ മുസ്ലിം ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം ഇബ്രാഹിം അലഹിസ്ലാമും ഇസ്മായിൽ അലഹിസ്ലാമും വജഅൽനാ മുസ്ലിമീന ലക് എന്ന് പറയുമ്പോൾ എന്താ അവര് ശരിക്കും ദുആ ചെയ്യുന്നത്? അവര് ശരിക്കും മുസ്ലിങ്ങളാണ് അല്ലെ? ഒന്നും അള്ളാഹ് പറഞ്ഞത് അനുസരിക്കാത്തതില്ല അവരുടെ ജീവിതത്തിൽ. പക്ഷെ അവരിവിടെ എന്താ ദുആ ചെയ്യുന്നത്? അള്ളാഹുവേ, ഞങ്ങളെ ഈ മാർഗത്തിൽ നീ ഉറപ്പിച്ചു നിർത്തുക. നിനക്ക് സ്ഥിരമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിനക്ക് കീഴൊതുങ്ങുന്നവരുടെ കൂട്ടത്തില് നീ ഞങ്ങളെ ആക്ക്. അല്ലാതെ ഞങ്ങൾക്ക് തോന്നുമ്പോഴല്ല, ഞങ്ങൾക്ക് സൗകര്യം ഉള്ളപ്പോഴല്ല. സുബ്ഹാനല്ലാഹ്. ഞങ്ങളുടെ നെഫ്സ് നിന്റെ കൽപ്പനയുടെ ഇടയ്ക്ക് വരാത്തപ്പോഴല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾ നിന്റെ കൽപ്പനയുടെ നടുവിൽ വരാത്തപ്പോഴല്ല, എപ്പോഴും സ്ഥിരമായിട്ട് നിനക്ക് കീഴൊതുങ്ങുന്നവരാക്കി തീർക്കണേ ഞങ്ങളെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഈ ദുആ എത്രത്തോളം വേണ്ടതാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ദുആ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും അല്ലെ. വജഅൽനാ മുസ്ലിമീനലക എന്നുള്ള ദുആ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കും? നമ്മൾ മുസ്ലിങ്ങളാണല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മളാണ് ഈ ദുആന്റെ ആവശ്യക്കാരല്ലേ. സുബ്ഹാനല്ലാഹ്. സത്യം എന്താന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് പോലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഞാൻ എന്റെ മരണം വരെ ഭയങ്കര മുത്തക്കിയായിരിക്കും, ഈവൻ മുസ്ലിം ആയിരിക്കും തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റൂല അല്ലെ. കാരണം നമുക്കറിയില്ല നാളെ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഹൃദയത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു അറിയൂല. യാ മുഖല്ലിബൽ ഖുലൂബിലെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കും. നമ്മളുടെ കയ്യിലല്ല നമ്മളെ ഹൃദയത്തിന്റെ കൺട്രോള്. നമ്മൾ കാണാറുണ്ട് നമ്മുടെ ചുറ്റുപാടും അല്ലെ. ഒരു കാലത്ത് ഭയങ്കര വയസ്സായിട്ടുള്ള ഭയങ്കര മുത്തക്കിയായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള ആളുകൾ അതേപോലെ താഴോട്ട് വീഴുന്നത്, അതേപോലെ വഴിതെറ്റി പോകുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. വളരെ നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ പ്രവർത്തികൾ നിന്നു പോണത്. സുബ്ഹാനല്ലാഹ്. അവര് ചേഞ്ച് ആവുന്നത്. ഖുർആൻ മുഴുവനും പഠിച്ചിട്ട് ഒരു സിറ്റുവേഷനിൽ അവർ വേറെ ഒരു കമ്പനിയിൽ കൂടി അല്ലെങ്കിൽ വേറെ എന്തിലെങ്കിലും പെട്ടുപോയിട്ട് അവർ ഖുർആൻ ഓപ്പൺ പോലും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ പെരുമാറുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ വരുന്ന തലമുറകളെയും അത്തരത്തിൽപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ അല്ലെ. നമ്മൾ മരണം വരെ മുസ്ലിങ്ങളായിട്ട് മുസ്ലിമായി മുഅ്മിനായി മുത്തഖിയായി മുഹ്സിനായിട്ട് ജീവിക്കാനും അള്ളാഹുവിന്റെ തൃപ്തി നേടി മരിക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. ആമീൻ. നമ്മളുടെ അടുത്തും നമ്മളെ പൂർവ്വ പിതാക്കന്മാരുടെ അടുത്തും നമ്മുടെ മാതാപിതാക്കളുടെ അടുത്തും ഒക്കെ വന്നു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമുക്കൊരു ഗ്യാരണ്ടി ഒന്നും ഇല്ല അല്ലെ. നമ്മളുടെ ഈമാന്റെ കാര്യത്തിൽ, ഈമാന്റെ സേഫ്റ്റിന്റെ കാര്യത്തിൽ, നമ്മുടെ ഇസ്ലാമിന്റെ സേഫ്റ്റിന്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇത് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യമാണ് ഇത്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും വജഅൽനാ മുസ്ലിമൈനി ലക്. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മൾ കണ്ടെടുത്ത് അവരെക്കാളും വലിയ മുസ്ലിങ്ങളായിട്ട് വേറൊരാളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൽപ്പനകളെ അതേപടി അക്ഷരം പ്രതി അനുസരിച്ച അവരെക്കാൾ വലിയ ഒരു മുസ്ലിങ്ങൾ ഇല്ല ഒരു പക്ഷേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവരാ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദുആ എത്രത്തോളം ആവശ്യമുണ്ട് അല്ലെ. നമ്മളെ മുസ്ലിം ആയിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട്, ഡീവിയേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മൾ വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ദുആ ചെയ്തേ മതിയാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. സൂറത്ത് ഇസ്രായിൽ 74-ാമത്തെ ആയത്ത്, വലൗല അൻ സബ്ബത്നാക ലഖദ് ഖിത്ത തർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല. നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അവരിലേക്ക് അല്പമൊക്കെ ചാഞ്ഞു പോയേക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് ആരോടാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. നിന്നെ ഞാൻ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നീ ചാഞ്ഞു പോകുമായിരുന്നു. തുടർന്ന് എന്താ പറയുന്നത്? ഇദൻ അദഖനാക ضعف الحياة وضعف الممات ثم لا تجد لك علينا نصيرا. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ, അതായത് നീ അങ്ങനെ ചാഞ്ചാടി പോയിരുന്നെങ്കിൽ നിന്നെ നാം ഇഹത്തിലും പരത്തിലും ഇരട്ടി ശിക്ഷ ആസ്വദിപ്പിക്കും. അപ്പോൾ നമുക്കെതിരെ നിന്നെ സഹായിക്കാൻ ആരെയും കണ്ടെത്താനാവില്ല. ഇത് എന്നോടോ നിങ്ങളോടോ അല്ല പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താ പറഞ്ഞത്. അപ്പം
ഈ ഒരു ഫേംനെസ്, ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്, ദീനിലുള്ള ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് വരുന്ന കാര്യം അല്ലെ. ഓരോ നിമിഷവും നമ്മളത് അള്ളാഹുവിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ട കാര്യമാണ്. അടുത്ത നിമിഷത്തിൽ നമ്മളുടെ ഹൃദയത്തിന് ഒരു ചേഞ്ച് വരാൻ ഒരു പ്രയാസവും ഇല്ല അല്ലെ. നമ്മളുടെ ചുറ്റുപാടുള്ള ഒരു ടെംപ്റ്റേഷന്റെ പേരിലോ ഇബ്ലീസിന്റെ ഒരു വസ്വസിന്റെ പേരിലോ ഇനി നമ്മളുടെ തന്നെ ഹൃദയങ്ങളിലുള്ള ഇഖ്ലാസ് ഇല്ലായ്മയുടെ പേരിൽ അല്ലെങ്കിൽ ക്രൂക്കഡ്നെസിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹൃദയത്തെ മാറ്റിമറിക്കുന്നതിന്റെ പേരിലോ നമുക്ക് ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലെ ഈ ഒരു മുസ്ലിം അല്ലാതായി പോവുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ, അമീൻ. അപ്പം ഇതുകൊണ്ടാണ് അവർ പറയുന്നത് വജഅൽനാ മുസ്ലിമീന ലക്. പലപ്പോഴും അല്ലെ നമ്മളൊക്കെ തന്നെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പല ആളുകളും ഒരു ഒരു നല്ല പ്രവൃത്തിയിലും ഭയങ്കര നല്ല ഒരു അമൽ ചെയ്യുമ്പോൾ ഇബ്ലീസ് നമ്മളെ അടുത്ത് പറയും, നീ കുഴപ്പമില്ല കേട്ടോ, നീ ആൾ അടിപൊളിയാണ്, സുബ്ഹാനല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഓക്കെയാണ്, നീ ഒരുപാട് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി നിന്റെ കാര്യം നീ ഇനി ഒരു മുത്തഖി തന്നെയാണ്, ഇനിയിപ്പോ നിനക്ക് അങ്ങനെ ദുആന്റെ ആവശ്യമൊന്നും ഇല്ല അല്ലെ, ഈ ഒരു പാതയിൽ ഉറപ്പ്, കാരണം ഇത്രയൊക്കെ ആയില്ലേ, ഇവിടം വരെ എത്തിയില്ലേ, സുബ്ഹാനല്ലാഹ്, ആളുകളൊക്കെ എന്തൊക്കെയാ പറയുന്നത് നിന്നെ പറ്റിയില്ലേ, നീ എന്തോ സംഭവമാണെന്നല്ലേ പറയുന്നത്, സുബ്ഹാനല്ലാഹ്. ഇബ്ലീസ് മെല്ലെ മെല്ലെ അല്ലെ ആ ഒരു ചിന്ത, ഒരു കിബ്ർ എന്ന് പറയുന്ന സാധനം നമ്മളുടെ ഉള്ളിൽ ഇട്ട് തന്നിട്ട് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ വഴിതെറ്റിക്കുന്നത് നമുക്ക് തന്നെ ഒരു പക്ഷേ പല സന്ദർഭങ്ങളിലായിട്ട് തോന്നിയിട്ടുണ്ടാകും. നമ്മൾ ചെയ്ത് ഏതെങ്കിലും ഒരു അമല് ചെയ്യുമ്പോൾ ഞാൻ ആൾ അടിപൊളിയാണല്ലോ, സുബ്ഹാനല്ലാഹ് അല്ലെ. പിന്നെ വേറെ ചിലതുണ്ട്, അത് എനിക്കൊന്ന് നമ്മളുടെ ഇടയിൽ അല്ലെങ്കിലും വേറെ പല സമൂഹങ്ങളിലും നടക്കുന്നതാണ്. അതായത് അവര് കുറെ അമലൊക്കെ ചെയ്ത് ഭയങ്കര പയസാണ് അല്ലെങ്കിൽ ഭയങ്കര മുത്തഖിയാണെന്ന് അവർക്ക് തോന്നുമ്പോൾ പെട്ടെന്ന് സ്വപ്നത്തിൽ, അത് ഇബ്ലീസാകാം, സ്വപ്നത്തിൽ വന്നിട്ട് നീ ഓക്കെ ഈ ലെവലിലെത്തി, ഇനി ഇബാദത്തിന്റെ ആവശ്യമൊന്നുമില്ല, നിനക്ക് ഇനി നിസ്കാരത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഇനി ഇതൊക്കെ നിനക്ക് നിർത്താം, കാരണം നീ എത്തേണ്ട ആ ഒരു ലെവലിലേക്ക് എത്തി. ഇത് ശരിക്കും നമ്മൾ അഖീദയൊക്കെ പഠിക്കുമ്പോൾ വേറെ പല വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും പഠിക്കുന്ന കാര്യങ്ങളാണ്, പേരുകളൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ പിന്നെ അവര് ഇബാദത്തുകളൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ നമസ്കരിക്കാതെ ദിക്ർ എടുക്കാതെ, കാരണം അവർ ഓൾറെഡി അവരുടെ ഇബാദത്ത് കൊണ്ട് അവിടെ എത്തിയെന്ന് അവർക്ക് തോന്നുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇബ്ലീസും അവരുടെ സ്വന്തം നഫ്സും അവരെ വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവാറുമുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്ലീസ് ശൈത്താൻ അവരെ ഓവർ പവർ ചെയ്തിട്ട് അവരെ ദീനിൽ നിന്നും അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരാൾക്കും ഒരു ഗ്യാരണ്ടിയും ഇല്ല അയാൾ സ്ഥിരമായിട്ട് എന്താണ് ഹിദായത്തിന്റെ മാർഗത്തിലായിരിക്കും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ദുആ ചെയ്യേണ്ട ഒരു കാര്യമാണ് വജഅൽനാ മുസ്ലിമീന ലക്. നമ്മൾ മുസ്ലിം ആയിരിക്കാം ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു മൊമെന്റിൽ ചിലപ്പോൾ നമ്മൾ മുസ്ലിം ആയിരിക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളൊക്കെ അനുസരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, പരമാവധി വീണുപോയ തൗബ ചെയ്ത് മടങ്ങുന്നുണ്ടാവും, സുബ്ഹാനല്ലാഹ്. പക്ഷെ നാളെ എന്താവും നമുക്ക് ഒരു ഉറപ്പുമില്ല. അപ്പം ആ ദുആ എപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരിക്കണം. നമ്മളുടെ പ്രാർത്ഥനകളിൽ നിർബന്ധമായിട്ടും ഇതുപോലെ ഈ ഒരു ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ദുആ ചെയ്യാൻ ശ്രമിക്കുക. വമിൻ ദുർരിയത്തിന, മാത്രമല്ല നമ്മളുടെ മക്കളിൽ നിന്നും അല്ലെ, ദുർരിയത്തിന ഞങ്ങളുടെ മക്കളിൽ നിന്നും, സന്തതി പരമ്പരകളിൽ നിന്നും, ഉമ്മത്തൻ ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ, മുസ്ലിമത്തൻ ലക് നിനക്ക് കീഴൊതുങ്ങിയ അല്ലെ, മുസ്ലിമത്തൻ ലക്, ഞാൻ പറഞ്ഞു മുസ്ലിമ എന്ന് പറയുന്ന സിംഗുലർ വാക്കാണ് ഇവിടെ, സിംഗുലർ ഫെമിനിൻ, സ്ത്രീലിംഗ ഏകവചനമാണ്. ഒരു സമുദായത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് കൊണ്ട് ആവാം ഉമ്മത്ത് എന്ന് പറയുന്ന വാക്ക് ഫീമെയിൽ സിംഗുലർ ആണ്, അങ്ങനെയും ആവാം. ഓക്കെ, മുസ്ലിമത്തൻ ലക് നിനക്ക് കീഴൊതുങ്ങിയ ഒരു ഉമ്മത്തിനെ, ഞങ്ങളുടെ സന്തതി പരമ്പരകളിൽ നിന്ന് നിനക്ക് കീഴൊതുങ്ങിയ ഒരു ഉമ്മത്തിനെ നീ കൊണ്ടുവാ. ആരുടെ സന്തതി പരമ്പരകളിൽ നിന്നാണ്? ഇവിടെ ആരൊക്കെയാ ദുആ ചെയ്യുന്നത്? ഇബ്രാഹിം അലൈഹിസ്ലാമും ഇസ്മായിൽ അലൈഹിസ്ലാം അല്ലെ. ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ മകനാണ് ഇസ്മായിൽ അലൈഹിസ്ലാം. അപ്പം ശരിക്കും ആരുടെ സന്തതി പരമ്പരകളിൽ നിന്നാണെന്ന് വെച്ചാൽ ഇസ്മായിൽ അലൈഹിസ്ലാമിന്റെ. നമുക്ക് എന്തുകൊണ്ടാണ് ഇസ്മായിൽ അലൈഹിസ്ലാമിന്റെ എന്ന് പറയുന്നത് നോക്കാം. ഉമ്മത്തൻ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സമുദായം അല്ലെ, ഒരു കംപ്ലീറ്റ് ഉമ്മത്തിന്. ആ ഉമ്മത്തിന് എന്ത് ഗുണം ഉണ്ടാവണം എന്നാ പറയുന്നത്? മുസ്ലിമത്തൻ ലക് നിനക്ക് മുസ്ലിം ആയിട്ടുള്ള, നിനക്ക് കീഴൊതുങ്ങിയിട്ടുള്ള അല്ലെ, നിനക്ക് കംപ്ലീറ്റ് ആയിട്ട് കീഴൊതുങ്ങിയിട്ടുള്ള ഒരു സമൂഹത്തിനെ, ഒരു ഉമ്മത്തിനെ നീ ഉണ്ടാക്കണം അല്ലെ, അവര് ദുആ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് എന്ത്? മുസ്ലിം ഉമ്മത്ത് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്ലാമിന്റെയും ഈ ദുആ സ്വീകരിച്ച് മുസ്ലിം ഉമ്മത്താക്കി മാറ്റിയത് ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ. അപ്പം ബേസിക്കലി ഈ ദുആ ചെയ്യുന്നത് ആരൊക്കെയാണ്? ഇബ്രാഹിം അലൈഹിസ്ലാമും ഇസ്മായിൽ അലൈഹിസ്ലാമും. അപ്പൊ ആരുടെ ഉമ്മത്തിനെ റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുടെ സന്താന പരമ്പരകളെ റെഫർ ചെയ്യുന്നത്? ഇസ്മായിൽ അലൈഹിസ്ലാമിന്റെ അല്ലെ.
കാരണം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അങ്ങനെയാണ് അർത്ഥം വരുന്നുണ്ടെങ്കിൽ അതിൽ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ മക്കളും പെട്ടേനെ. ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരകൾ മുസ്ലിം ഉമ്മത്തിൽ പെട്ടിട്ടില്ല. അപ്പം ഇവിടെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരകളെയാണ് ദുർരിയത്തിന എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരയിൽ നിന്നാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ, അല്ലെ, അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാ. ഇനി ഈ ഒരു കീഴൊതുങ്ങൽ, ഈ ഒരു സബ്മിഷൻ രണ്ട് രീതിയിൽ ആവാം. ഓക്കെ, ഒന്നാമത്തത് ദോഹിർ ആയിട്ടുള്ള സബ്മിഷൻ. ദോഹിർ എന്ന് വെച്ചാൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള കീഴൊതുങ്ങല്. പിന്നെ രണ്ടാമത്തത് ബാറ്റിൻ. ലോഹിറിന്റെ ഓപ്പോസിറ്റ് ആണ് ബാറ്റിൻ. ബാറ്റിൻ എന്ന് വെച്ചാൽ പരോക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സബ്മിഷൻ, കീഴൊതുങ്ങൽ. എന്തൊക്കെയാണ് അതെന്ന് നോക്കാം. ലോഹിർ ആയിട്ടുള്ള കീഴൊതുങ്ങൽ എന്ന് വെച്ചാൽ, പ്രത്യക്ഷമായ കീഴൊതുങ്ങൽ എന്ന് വെച്ചാൽ ഒരാള് പുറത്തുനിന്ന് കാണുമ്പോൾ അയാൾ അള്ളാഹിന് കീഴൊതുങ്ങിയതായിട്ട് തോന്നും. അതായത് അയാൾ ഒരു വിശ്വാസിയാണെന്ന് അയാളുടെ ലുക്സിലും ഫീൽസിലും ഒക്കെ നമുക്ക് കാണാം. അയാളുടെ ഒരു പക്ഷെ വസ്ത്രധാരണത്തിലാവാം, സംസാരത്തിലാവാം. ഇനി നമ്മളിപ്പം ഒരു നമസ്കാരത്തിന്റെ വക്ത് ഇരിക്കുമ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ അല്ലെ പെട്ടെന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാതെ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്കറിയാം അയാൾ ലാഹിറായിട്ട് ഒരു കീഴൊതുങ്ങിയ ആളല്ലാന്ന്, അല്ലെ. പക്ഷെ നമസ്കരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സക്കാത്തിന്റെ സമയമാകുമ്പോൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെയുള്ള പ്രത്യക്ഷമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം കീഴൊതുങ്ങിയത് ആണ് ലാഹിറായിട്ട് കീഴൊതുങ്ങുക എന്ന് പറയുന്നത്. പക്ഷെ ഇസ്ലാം വെറും ലാഹിറായ കീഴൊതുങ്ങൽ മാത്രം അല്ല, അതിനകത്ത് ബാത്വിനായിട്ടുള്ള കീഴൊതുങ്ങലും ഉണ്ട്. അതായത് ഹൃദയത്തിന്റെ കീഴൊതുങ്ങൽ. ഹൃദയത്തിന്റെ കീഴൊതുങ്ങൽ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ എല്ലാ ഖദറിനും, അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകൾക്കും തീരുമാനങ്ങൾക്കും കീഴൊതുങ്ങുക, അല്ലെ. അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ എന്ത് കൊണ്ടുവന്നോ, അല്ലെ, എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചോ, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലയോ, അതൊക്കെ എന്താണ് നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അതിന് ഹൃദയം കൊണ്ട് കീഴൊതുങ്ങുന്നവരാണോ നമ്മള്? അല്ലെങ്കിൽ അതിന് റെബൽ ചെയ്യുന്ന, വിപ്ലവം ഉണ്ടാക്കുന്ന, അതൊന്നും ശരിയാവില്ല, അതെങ്ങനെ എനിക്ക് അങ്ങനെ വരാം, ഇത്ര നന്നായിട്ട് എനിക്ക് എന്താ അങ്ങനെ വന്നതില്ലേ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല, നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ വരാൻ പാടില്ല, ഞാനിത് അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവര് ചെയ്തത് കൊണ്ട് ഇവര് ചെയ്തത് കൊണ്ട് അതിന്റെ പേരിൽ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നോട് ചെയ്തില്ലേ എന്നുള്ള നന്ദി കേടുകൾ, അല്ലെ, അപ്സെറ്റ് ആവല്ലേ, ദേഷ്യം വരല്, സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയൊക്കെ ആണോ നമ്മൾ? അതും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന നമ്മളുടെ ഖദറുകൾ, അതായത് നമ്മളുടെ കൺട്രോളിൽ ഇല്ലാത്ത അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങളെ നമ്മൾ ബാത്വിനായിട്ട് നമ്മളുടെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അതിന് കീഴൊതുങ്ങുന്നവരാണോ നമ്മള്? സുബ്ഹാനല്ലാഹ്. അപ്പം അതാണ് ബാത്വിനായിട്ടുള്ള കീഴൊതുങ്ങൽ, അല്ലെ. നമ്മളൊക്കെ മുസ്ലിം ആണെന്ന് എത്രയോ ചെറുപ്പം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെ. ഇപ്പൊ നമ്മളുടെ ആ ഒരു മുസ്ലിം ആണ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമുക്ക് പോയിന്റ്സ് കിട്ടണം, അല്ലെ. അപ്പൊ നമ്മൾ മുമ്പ് ഈ ഒരു സൂറത്തുൽ ബഖറ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളൊരു മുത്തഖിയുടെ ഒക്കെ ക്വാളിറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചു കുലുക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ മുഅ്മിനാണ് മുത്തഖിയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് അല്ല എന്ന് മനസ്സിലായില്ലേ. അപ്പം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നമ്മളൊരു മുസ്ലിം പോലും അല്ല എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് എന്താണ് ശരിക്കുള്ള കീഴൊതുങ്ങൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ അർത്ഥത്തിൽ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ ഒരു മുഅ്മിനായി, മുത്തഖിയായി, മുസ്ലിമായി, മുഹ്സിനായി മരിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ തരട്ടെ. ആമീൻ. അപ്പം നമ്മുടെ ഹൃദയത്തിന്റെ കീഴൊതുങ്ങൽ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പ്രത്യക്ഷമായിട്ട് ചെയ്യുന്ന ചില കർമ്മങ്ങൾ ഉണ്ടാവും. ഇപ്പം നമ്മൾ ആളുകളുടെ മുമ്പിൽ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഹൃദയം ആ നിസ്കാരത്തിലുണ്ടോ? അറ്റ്ലീസ്റ്റ് ആ ഹൃദയത്തിനെ നമസ്കാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നെങ്കിലും ഉണ്ടോ? അതോ നമ്മളുടെ ബാഹ്യമായിട്ട് നമ്മൾ കുറെ എക്സസൈസ് ചെയ്യുന്നു, ഉള്ള് നമ്മൾ വേറെ എവിടേക്കോ ആണോ? അപ്പം അവിടെയും എന്താണ് ബാത്വിനായിട്ടുള്ള കീഴൊതുങ്ങൽ വരാണ്. എപ്പോഴും ഇങ്ങനെ എന്ത് പറയുമ്പോഴും ആരും നിരാശപ്പെടേണ്ട. ഞാൻ അങ്ങനെയല്ലല്ലോ നിരാശപ്പെടേണ്ട. എല്ലാത്തിലും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത് ശ്രമിക്കലാണ്. ഓക്കെ, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മൾ എത്താത്ത സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, എത്താത്ത സ്റ്റേറ്റസുകൾ, റാങ്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ഇനിയും അങ്ങോട്ട് പോകണം. പക്ഷെ നമ്മളുടെ ഹൃദയം കൊണ്ട് നമ്മൾ അതിനെ സ്വീകരിച്ച് നമ്മളുടെ അറിവ് നേടി നമ്മൾ ശ്രമിച്ച് ദുആ ചെയ്ത് വീണ്ടും ശ്രമിച്ച് വീണു പോകുമ്പോൾ തൗബ ചെയ്ത് മടങ്ങി അങ്ങനെ മുന്നോട്ട് പോവുക. അതുപോലും ഇല്ലേ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മളൊരു നമസ്കാരം നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തൊരു ഇബാദത്താണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ എക്സ്റ്റേണലി ഇങ്ങനെ ചെയ്തു പോയിട്ട് നമ്മളുടെ ഹൃദയം ബാത്വിനായിട്ട് അതിന് കീഴൊതുങ്ങിയിട്ടില്ലേ എന്നുള്ളത് നോക്കുക. അപ്പം ഹൃദയവും ശരീരവും രണ്ടും ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? അള്ളാഹ്ക്ക് കീഴൊതുങ്ങൽ. അപ്പം അവരുടെ ദുആ എന്തായിരുന്നു? അള്ളാഹുവേ നീ എന്താണ്? റബ്ബന
വജഅൽനാ മുസ്ലിമീന ലക് വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക്. അല്ലേ, ഞങ്ങളെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും നിനക്ക് കീഴൊതുങ്ങിയവരാക്കുക. നെക്സ്റ്റ് അരിന മനാസിക്കന, ഞങ്ങൾക്ക് കാണിച്ചതാ ഞങ്ങളുടെ മനാസിക്കന, ഞങ്ങളുടെ ആരാധനാക്രമങ്ങൾ. അരിന റോ ഹംസ യ എന്ന് വെച്ചാൽ കാണാം. അറ അര അറ യുരി യുരി എന്ന് പറഞ്ഞ അറ യുരി എന്ന് പറഞ്ഞാല് റ എന്ന് പറഞ്ഞാൽ കണ്ടു. അറ യുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലും കാണിക്കുക, കാണിക്കുന്നതിനാണ് അറ യുരി എന്ന് പറയുന്നത്. റ എന്ന് കണ്ടാല് റ യറ എന്ന് പറഞ്ഞാൽ കണ്ടു, കാണുന്നു. അറ യുരി എന്ന് പറഞ്ഞാൽ കാണിക്കുക. ഇതിൽ തന്നെ കമാൻഡ് ആണ്, ഇതിന്റെ കൽപ്പനയാണ് അരി. ഓക്കെ, യുരിയുടെ കമാൻഡ് കൽപ്പനയാണ് അരി, അതായത് നീ നീ കാണിച്ചു താ. ഓക്കെ, അരിന നീ ഞങ്ങൾക്ക് കാണിച്ചു താ. അരി ന അതിന്റെ കൂടെ വരാണ്, അതായത് ഒരു കൽപ്പനയുടെ കൂടെ ഒരു ضمീർ മുത്തസിലും കൂടെ, ഫേൽ അംറിന്റെ കൂടെ ضمീർ മുത്തസിൽ. അപ്പൊ നീ ഞങ്ങൾക്ക് കാണിച്ചതാ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് കാണിക്കാൻ പറയുന്നത്? മനാസിക്കന. മനാസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൻസഖിന്റെ പ്ലൂറലാണ്. മൻസഖ് നൂൻ സീൻ കാഫ്, നൂൻ സീൻ കാഫ്. നുസുഖ്, നുസുക്കും ഈ ഒരു റൂട്ടിൽ നിന്ന് തന്നെയാണ്. നുസുഖ് എന്ന് പറയുന്നത് ഇബാദത്ത്, ഏതെങ്കിലും ഒരു ഇബാദത്തിന്റെ ഒരു ആക്ഷൻ, എന്തെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിക്കാണ് നുസുക്ക് എന്ന് പറയുന്നത്. അതേപോലെ ബലി അർപ്പിക്കുന്നതിന്, ഓക്കെ, സാക്രിഫൈസിനും നുസുക്ക് എന്ന് പറയാറുണ്ട്. നമ്മൾ ഈദുൽ അദ്ഹയ്ക്കൊക്കെ അല്ലെ, പോത്തിനെ അല്ലെങ്കിൽ ആടിനെ അറുക്കുന്നതിന് അതിന് നുസുക്ക് എന്ന് പറയും. അതേപോലെ ഹജ്ജിന് പോയവരും അവിടെ ബലി അർപ്പിക്കുമല്ലോ, അതിന് നുസുക്ക് എന്ന് പറയും. നമ്മള് വജ്ജഹ്തുവിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന സ്വലാത്തി വനുസുക്കി അല്ലെ വമഹ്യായ വമമാത്തി, അതായത് എന്റെ നമസ്കാരവും എന്റെ ത്യാഗങ്ങൾ, എന്റെ ബലികളും നുസുക്ക് എല്ലാം നിനക്കാണ്. അപ്പം ഇത് രണ്ടും നുസുക്കിന്റെ അർത്ഥങ്ങളാണ്, ഇബാദത്ത് പ്ലസ് ബലി അർപ്പിക്കുക. മൻസക് എന്ന് പറയുന്നത് മനാസിക്കിന്റെ സിംഗുലർ ആണ്. മനാസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഒരു ഇബാദത്ത് ചെയ്യുന്ന സ്ഥലം, ഓക്കെ, ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്തിന് മനാസിക് എന്ന് പറയും. രണ്ടർത്ഥങ്ങളുണ്ട് മനാസിക്കിന് അല്ലെങ്കിൽ മൻസക്കിന്. മൻസക് എന്ന് പറഞ്ഞാലും മൻസിക് എന്ന് പറഞ്ഞാലും സെയിം അർത്ഥമാണ്. ഇതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നാമത്തത് ഒരു ഇബാദത്ത് ചെയ്യുന്ന സ്ഥലം, രണ്ടാമത്തത് ആ ഇബാദത്ത് തന്നെ, അതായത് ഇബാദത്തിന് തന്നെ മൻസക് എന്ന് പറയും, അതേപോലെ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്തിനും മൻസക് എന്ന് പറയും. ഈ രണ്ടർത്ഥങ്ങളുണ്ട്. ത്വവാഫ്, ഓക്കെ, ത്വവാഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇബാദത്താണ് അല്ലെ, ഒരു റിച്വൽ ഇബാദത്താണ്. ത്വവാഫ് എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ, അത് മതാഫില് മാത്രം അല്ലെ, കഅബയ്ക്ക് ചുറ്റും, ഹറമിലെ കഅബയ്ക്ക് ചുറ്റും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇബാദത്തിന് ത്വവാഫിനും പറയും, ആ ത്വവാഫ് ചെയ്യുന്ന സ്ഥലത്തിനും മൻസക് എന്ന് പറയും. അതേപോലെ അറഫയിലുള്ള ഖിയാം, അറഫയിൽ നിൽക്കുന്നത് അല്ലെ, സുബ്ഹാനല്ലാഹ്, അത് എവിടെയെങ്കിലും നിൽക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല, അറഫയിൽ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ അറഫയില് നമുക്ക് അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒരു ഫുൾ ഡേ, ഹജ്ജിന് പോയി അറഫയിൽ എത്തുന്ന ദിവസം ഹാജിമാർക്ക് ഒരു ഫുൾ ഡേ അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല അല്ലെ, അറഫയിൽ നിക്കല് അല്ലെ, ഖിയാം, അതാണ് ആ ഒരു ഇബാദത്ത്. ഇനി ഫുൾ ഡേ നിൽക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ നിൽക്കേണ്ട സമയത്രയും നിൽക്കാൻ പറ്റൂലെങ്കിൽ കുറച്ചെങ്കിലും അല്ലെ, കാരണം ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾക്ക്, കിടക്കേണ്ട ആളുകൾക്കൊക്കെ കുറച്ചെങ്കിലും നിൽക്കലാണ്, അപ്പോഴാണ് ആ ഇബാദത്ത് കംപ്ലീറ്റ് ആവുന്നത് അല്ലെ. നമ്മുടെ ദീനിൽ എപ്പോഴും എക്സെപ്ഷൻസ് ഉണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച്, എന്നാലും ആ ഒരു കർമ്മം എന്ന് പറയുന്നത് കുറച്ചെങ്കിലും നിൽക്കലാണ്. അതേപോലെ റമി, കല്ലെറിയുന്നത് അല്ലെ, എവിടെ നമ്മൾ എനിക്ക് അവിടെ പോകാൻ പറ്റില്ല, എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് കല്ലെറിഞ്ഞേക്കാന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ, നമ്മളത് ജംറയിൽ തന്നെ പോയിട്ട് കല്ലെറിയണം. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ഇബാദത്ത് ചെയ്യുന്നത്, അല്ലെ ആ ഒരു ഇബാദത്തിനും പ്ലസ് ആ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്തിനും മൻസക് അല്ലെങ്കിൽ മൻസിക് എന്ന് പറയും. മനാസിക് എന്ന് പറയുന്നത് അതിന്റെ പ്ലൂറലാണ്. ഓക്കെ, അപ്പൊ ഇബ്രാഹിം അലൈഹിസ്ലാമും ഇസ്മായിൽ അലൈഹിസ്ലാമും അള്ളാഹു സുബ്ഹാനഹു തആല അടുത്ത് ദുആ ചെയ്യാണ്, വ അരിന മനാസികന, ഞങ്ങൾക്ക് ഈ ഇബാദത്തുകൾ ചെയ്യേണ്ട രീതികള്, ചെയ്യേണ്ട സ്ഥലങ്ങള് നീ കാണിച്ചതാ. എങ്ങനെയാണ് നിന്നെ ഇബാദത്ത് ചെയ്യേണ്ടതെന്ന് നീ ഞങ്ങൾക്ക് കാണിച്ചതാ. ഞങ്ങൾക്കറിയില്ല നിന്നെ എങ്ങനെയാ ഇബാദത്ത് ചെയ്യണ്ടേ, നീ കാണിച്ചതാ, നീ പഠിപ്പിക്കുക. അരിന മനാസിക്കന. ഇവിടെ ശരിക്കും അരിന എന്നുള്ള വാക്ക് അവിടെ നമുക്ക് അല്ലിംനാന്ന് ഉപയോഗിക്കായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്, അല്ലിംനാന്ന് ഉപയോഗിക്കായിരുന്നു. അല്ലിംന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നീ പഠിപ്പിക്കേ. അരിന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ ഞങ്ങൾക്ക് കാണിച്ചതാ. അപ്പൊ അരിനയും അല്ലിംനയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അരിന എന്ന് പറഞ്ഞാല് നമുക്കൊരു കാര്യം അത് ഞങ്ങൾ നേരിട്ട് കണ്ട് വിഷ്വലൈസ് ചെയ്തത് പോലെ
അത്രക്ക് ക്ലിയർ ആക്കിയിട്ട് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചതാ. സുബ്ഹാനല്ലാഹ്. ചില കാര്യങ്ങൾ നമുക്ക് ചിലർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ, പ്രത്യേകിച്ച് ചിലപ്പോൾ ഒരു പിക്ചറൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നമുക്കത് കണ്ട പോലത്തെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ലേ, എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പൊ ആ ലെവലിൽ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതുപോലെ ക്ലിയർ ആയിട്ട് നീ ഞങ്ങൾക്ക് കാണിച്ചതാ. ശരിക്കും പോയിന്റ് ഔട്ട് ചെയ്ത് എവിടെ എന്ത് എങ്ങനെ ചെയ്യണമെന്ന് നീ കാണിച്ചതാ. അള്ളാഹു സുബ്ഹാന തആലയാണ് അള്ളാഹുവിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്ന് അവരെ പഠിപ്പിച്ചത് അല്ലെ. അവര് കൊണ്ടൊന്ന് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടതെന്ന് അവര് തീരുമാനിച്ചതല്ല. അപ്പം അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നീ പഠിപ്പിച്ചതാന്ന് അവര് പറയാണ്. അരിന മനാസിക്കന വതുബ് അലൈന, വതുബ് അലൈന. തുബ അലീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കുക. തുബ അലീന ത വ ബ, തൗബ. തൗബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പശ്ചാത്താപം അല്ലെ. തൗബ എന്ന് പറയുന്ന വാക്ക്, തൗബ ശരിക്കും രണ്ട് തൗബകളുണ്ട്. ഒന്ന് ഒരു അടിമയുടെ അബ്ദിന്റെ തൗബ, രണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗബ. തൗബ എന്ന് പറഞ്ഞാൽ ശരിക്കും മടങ്ങുക എന്നാണ് അർത്ഥം. അപ്പം അള്ളാഹുവിന്റെ തൗബ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു അടിമയ്ക്ക് തൗബ ചെയ്യാനുള്ള അല്ലെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള തൗഫീഖ് കൊടുക്കലാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഒരു അടിമയ്ക്ക് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള തൗഫീഖ് കൊടുക്കലാണ് ഒന്നാമത്തെ പോയിന്റ്. അള്ളാഹ് ഒരു അടിമക്ക് അത് ചെയ്യാനുള്ള കഴിവ് കൊടുക്കുക. നമുക്കറിയാം ഒരുപാട് ആളുകൾ അല്ലെ, നമ്മൾ ഉൾപ്പെടെ ഒരു കാലത്ത് ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അല്ലെ, ഞാനൊക്കെ ശരിയാണ് അല്ലെ, എനിക്കൊരു തെറ്റുമില്ല, ഒരു കുറ്റബോധവും നമുക്ക് തോന്നാറില്ല. നമുക്ക് അപ്പോഴുള്ള പ്രശ്നം മുഴുവനും ചുറ്റുപാടുമുള്ളവർ ചെയ്യുന്ന തെറ്റുകളായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരു കുറ്റബോധം ഇല്ലാതിരുന്ന കാലം നമുക്കും ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ചുറ്റുപാട് പലർക്കും ഉണ്ട്. അവർക്ക് ഹൃദയത്തിൽ ഒരു ഞാൻ ചെയ്ത തെറ്റായിപ്പോയി എന്നുള്ള ഒരു റിമോഴ്സ് ഫീലിംഗ്, ഒരു വിഷമം, ഒരു കുറ്റബോധം ഇല്ലാത്ത സമയങ്ങളുണ്ട് അല്ലെ. അവർ അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങോ, അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ളവർ ചിലപ്പം നാവ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പ്രതിഫലം ഉണ്ടെന്നോ, അല്ലെങ്കിൽ അതൊരു സുന്നത്താണെന്ന് വിചാരിച്ച് ചിലപ്പം പറഞ്ഞിട്ടും ചെയ്തിട്ടും ഉണ്ടാവും. അല്ലാതെ ഞാൻ ചെയ്ത തെറ്റ് ഇന്ന സമയത്ത് ഇന്നാളോട് ചെയ്തത്, അല്ലെങ്കിൽ നീ പുറത്തു തരണ റബ്ബേ, അല്ലെങ്കിൽ നിന്നോട് ചെയ്തത്, അല്ലെങ്കിൽ നിനക്ക് തരേണ്ട അവകാശങ്ങൾ ഞാൻ പിടിച്ചു വെച്ച, അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തുകൾ ഞാൻ ചെയ്യാതിരുന്നതിന് നീ പുറത്തു തരണേന്ന് മനസ്സുകൊണ്ട് അറിഞ്ഞ് പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ കുറ്റബോധം തന്നെ വേണം അല്ലെ. അത് എല്ലാവർക്കും എപ്പോഴും ഒന്നും തോന്നുന്ന കാര്യമല്ല. സുബ്ഹാനല്ലാഹ്. വളരെ കുറച്ച് ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. അള്ളാഹുവിന്റെ സ്പെഷ്യൽ ഒരു നിഅമത്താണ് അള്ളാഹ്ക്ക് അങ്ങനെ തോന്നിപ്പിക്കുക, ഓരോ അടിമയ്ക്കും അത് തോന്നിപ്പിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു അടിമയിലേക്ക് കാരുണ്യം കൊണ്ട് മടങ്ങുക, അതാണ് ഒന്നാമത്തെ പോയിന്റ്. അള്ളാഹ്ക്ക് ഒരു അടിമയ്ക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹ് കൊടുക്കുക, ആ ഒരു കാരുണ്യം അള്ളാഹ് കൊടുക്കുക. ഇനി രണ്ടാമത്തേത് എന്ന് പറഞ്ഞാല് അടിമയുടെ തൗബ. അതായത് ഇപ്പം ഈ ഒരു ഫീലിംഗ് അല്ലെ, ഈ ഒരു കുറ്റബോധം ഉണ്ടായി തൗബ ചെയ്യണം തോന്നിക്കഴിഞ്ഞാല് അടിമ അള്ളാഹുലേക്ക് തൗബ തേടിക്കൊണ്ട് പശ്ചാത്താപം ചോദിച്ചുകൊണ്ട് മടങ്ങാം. ഓക്കെ, ആദ്യം അള്ളാഹ് ഒരു അടിമയ്ക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കുക. രണ്ടാമത് ആ കുറ്റബോധം ഉണ്ടായതിനു ശേഷം, അല്ലെ തൗബ ചെയ്യണം എന്നുള്ള ശരിയായ ബോധം ഉണ്ടായതിനു ശേഷം അടിമ അള്ളാഹുലേക്ക് തൗബ ചോദിച്ചുകൊണ്ട് മടങ്ങാം. എന്നിട്ട് അതിന് വീണ്ടും ഒരു റെസ്പോൺസ് ഉണ്ട്. എന്ത്? അള്ളാഹുവിന്റെ രണ്ടാമത്തെ തൗബ എന്താണ്? അള്ളാഹു ഒരു അടിമ ചോദിക്കുന്ന ആ ഒരു ഫൊർഗിവ്നെസ് അല്ലെ, ആ ഒരു പുറത്തു കൊടുക്കൽ അള്ളാഹു പുറത്തു കൊടുക്കുക. അപ്പൊ അള്ളാഹിന്റെ സൈഡിൽ നിന്ന് രണ്ട് രീതിയിലുണ്ട് തൗബ. ഒന്ന് അള്ളാഹ് തൗഫീഖ് കൊടുക്കുക തൗബ ചെയ്ത് മടങ്ങാനുള്ളത്. രണ്ട് അള്ളാഹു തൗബ ചോദിച്ചവർക്ക് അല്ലെങ്കിൽ പശ്ചാത്താപത്തിന് വേണ്ടി അള്ളാഹിന്റെ അടുത്ത് തേടിയവർക്ക് പശ്ചാത്താപിച്ചു കൊടുക്കുക, പശ്ചാത്താപം സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ പുറത്തു കൊടുക്കുക. ഓക്കെ, അപ്പം അള്ളാഹിൻ്റെത് രണ്ടും നമ്മളെ മനുഷ്യന്മാരുടേത് ഒന്നുമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ തൗബയെ കുറിച്ച് മുമ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു വെച്ച 1-2 ക്ലാസ്സുകളുണ്ട്. ഞാൻ കഴിയെങ്കിൽ ഈ ഒരു യൂട്യൂബ് ലിങ്ക് വീഡിയോ ഇടുമ്പം അതിന്റെ താഴെ അതിന്റെ ലിങ്കുകൾ ഇടാം. ഈ ഒരു സമയത്ത് അതൊന്ന് നോക്കുന്നത് എല്ലാവർക്കും ഒന്നൊന്ന് ഫ്രഷ് ആക്കി എടുക്കാനും അല്ലെ, എവിടെയെങ്കിലും തൗബ നമ്മളുടെയൊക്കെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് അത് ഓർമ്മിപ്പിക്കാനും സഹായിക്കും. അപ്പൊ പറ്റുന്നവരൊക്കെ അതൊന്നും കൂടെ സമയമെടുത്തൊന്ന് കേൾക്കുകയും നോട്ട് എഴുതണമെങ്കിൽ നോട്ട് എഴുതുകയും അമലിലേക്ക് കൊണ്ടുവരേണ്ടത്. ചിലപ്പം ചിലർക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടാവും, നിന്ന് പോയിട്ടുണ്ടാവും. കാരണം തൗബ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കൺസിസ്റ്റന്റ് ആവാൻ പറ്റൂല. ഇബ്ലീസിന്റെ ഷെർ ഉണ്ടാവും, നമുക്ക് അതിന് മാത്രം സമയം കിട്ടാത്തത് ഉണ്ടാവും. അപ്പം അള്ളാഹിന്റെ തൗഫീഖ് തന്നെ
തന്നെ വേണം. അപ്പൊ അള്ളാഹിന്റെ അടുത്ത് ആ തൗഫീഖിനും ചോദിക്കുക അല്ലെ. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്ലാമും ഇസ്മായിൽ അലൈഹിസ്ലാമും ചോദിച്ചു എന്ത്, വതുബ അലൈന അല്ലെ, ഞങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖ് നീത്ത. സുബ്ഹാനല്ലാഹ്, ആ തൗഫീഖ് നീത്ത. ഈ ദുആയിലെ ഓരോ പീസും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു തൗഫീഖ് നീ തന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഞങ്ങൾ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഞങ്ങൾ നിന്നിലേക്ക് തൗബ ചോദിച്ചു മടങ്ങുമ്പോൾ നീ ഞങ്ങൾക്ക് പുറത്തും താ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവേ നീ പുറത്തു താ, ഞങ്ങൾ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചറിയിച്ചത് ഞങ്ങളെ മനസ്സിലാക്കി താ, എന്നിട്ട് അത് മനസ്സിലായതിനു ശേഷം നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള തൗഫീഖ് നീ താ റബ്ബേ. ഞങ്ങള് എന്താണ് ഞാനൊന്നും വലിയ കാര്യമായിട്ട് തെറ്റൊന്നും ചെയ്യുന്നില്ല, ഞാനൊക്കെ ഓക്കെയാണ്, ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത ആളാണ്, അങ്ങനെയുള്ള തോന്നലൊന്നും ഇല്ലാതെ അല്ലെ, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു കുറ്റബോധം ഉണ്ടെങ്കിൽ പോലും അതിനെ വകവെക്കാതെ സ്വയം നമ്മൾ തന്നെ നമ്മളെ ഹൃദയത്തിന്റെ പുറത്തുണ്ടാക്കിയ ഒരു കുപ്പായുണ്ട്, ഞാനൊക്കെ കറക്റ്റാണ് എന്നുള്ള ചിന്ത, അങ്ങനെയൊന്നുള്ള ആളുകളിൽ പെടാതെ അല്ലെ, എന്റെ തെറ്റുകൾ മനസ്സിലാക്കാത്ത പോകുന്നതിൽ പെടാതെ, അല്ലെങ്കിൽ മനസ്സിലായാലും അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ പെടാതെ, ഇനി കണ്ടിട്ടും മനസ്സിലായിട്ടും പശ്ചാത്തപിച്ച് മടങ്ങണം എന്ന് വിചാരിച്ചിട്ടും അതിങ്ങോട്ടൊരു പ്രവൃത്തിയിലേക്ക് വരുന്ന ആളുകളിൽ പെടാതെ അള്ളാഹു നീ കാത്ത് രക്ഷിക്കലേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ നിന്നോട് ഏറ്റു പറഞ്ഞ് മടങ്ങാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് താ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുമ്പോൾ നീ എന്ത് ചെയ്യുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കുക. വതുബ് അലൈന, എത്ര അർത്ഥം ഉണ്ടെന്ന് അറിയാം ഇതിനകത്ത്. സുബ്ഹാനല്ലാഹ്. ഇന്നക അൻത തവ്വാബുർ റഹീം, നിശ്ചയമായും നീ തന്നെയാണ് ആര്, അത്തവ്വാബ് അല്ലെ. അത്തവ്വാബ് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സ്വീകർത്താവാണ് എന്തിന്റെ, തൗബയുടെ അല്ലെ. ഏറ്റവും വലിയ തൗബ സ്വീകരിക്കുന്ന ആളാണ്. അതായത് വീണ്ടും 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 നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങിയാലും, അതായത് ചിലപ്പം ഒരേ തെറ്റിൽ തന്നെ നമ്മൾ വീണ്ടും പശ്ചാത്തപിച്ച് മടങ്ങിയാലും നീ സ്വീകരിക്കും. ഇനി എത്ര വലിയ തിന്മകൾ ചെയ്ത് നിന്റെ അടുത്തേക്ക് മടങ്ങിയാലും നീ സ്വീകരിക്കും. തവാബ് നമ്മളിവിടെ ഒരുപാട് വിശദീകരിക്കുന്നില്ല, മുന്നേ പറഞ്ഞിട്ടുണ്ട്. അർ-റഹീം, നീ കാരുണ്യമുള്ളവനാണ് അല്ലെ. നീ ഞങ്ങൾക്ക് കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് അള്ളാഹു പുറത്തു തരുന്നത് അല്ലെ. ഞങ്ങളുടെ തിന്മകളൊക്കെ ഒരിക്കലും ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള പോലെ നീ മായ്ച്ചു കളയാനുള്ള റഹ്മാൻ എന്താണ്, റഹ്മത്തുള്ളവനാണ് റബ്ബേ നീ. അതിന്റെ ഞങ്ങൾ ചെയ്ത തിന്മകളുടെ ആ ഒരു റിസൾട്ട് അല്ലെ, നമ്മൾ ചെയ്ത തിന്മകൾ നമുക്ക് ലോകത്ത് തന്നെ ചില റിസൾട്ടുകൾ ഉണ്ടാക്കാം, പരലോകത്തും വളരെ മോശപ്പെട്ട റിസൾട്ടുകൾ ഉണ്ടാക്കാം. അതിൽ നിന്നൊക്കെ ഞങ്ങളെ സംരക്ഷിക്കുന്നവനാണ് റബ്ബേ നീ. സുബ്ഹാനല്ലാഹ്. ഇബ്നു മാജയിൽ റിപ്പോർട്ട് ചെയ്ത ഹസനായിട്ടുള്ള ഒരു ഹദീസിനകത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. ഒരാള്, അതായത് മിനദ്ദംബി അവന്റെ തിന്മയിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയവൻ മൻ ലാ ദംബ ലഹു, ഒരു തിന്മയും ചെയ്യാത്തവനെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കൊന്നും ഒരു തിന്മയും ചെയ്യാത്ത ഒരു മനുഷ്യനായിരിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല അല്ലെ. കാരണം നമ്മളൊക്കെ വെറുതെ നമ്മളുടെ കഴിഞ്ഞ ഒരു മണിക്കൂർ ഒബ്സർവ് ചെയ്ത് പോയാലും നമ്മളുടെയൊക്കെ മനസ്സിൽ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മൾ ചെയ്തു പോയ, പറഞ്ഞു പോയ, ചിന്തിച്ചു പോയൊക്കെ തെറ്റുകൾ അല്ലെ. അപ്പം തിന്മ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അള്ളാഹു അങ്ങനെയല്ല നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷേ തൗബ ചെയ്ത് മടങ്ങിയവൻ തിന്മ ചെയ്യാത്തവനെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അത്തരത്തിലുള്ളവരെ കൂട്ടത്തിൽ പെടുത്തട്ടെ അല്ലെ. അള്ളാഹു അത്തവാബാണ്, അള്ളാഹു അർ-റഹീമാണ്. അള്ളാഹ്ക്ക് നമ്മുടെ തിന്മകളെ മൊത്തം വാഷ് ഔട്ട് ചെയ്ത് കളയാനുള്ള കപ്പാസിറ്റി ഉള്ളവനാണ്. അപ്പൊ അള്ളാഹു അങ്ങനെ തൗബ ചോദിച്ച് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ആമീൻ. ഈ ഒരു ആയത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാം അല്ലെ, രണ്ടുപേരും നമുക്കറിയാം അവര് കഅബ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുമ്പം അവര് അതിന്റെ കൂടെ തന്നെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹിന്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ അല്ലെ, അവരാ കർമ്മം ചെയ്യുമ്പം അതിന്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് സംസാരിക്കുന്നത് പോലെ അവരത് ചെയ്തുകൊണ്ട് ദുആ ചെയ്യാണ് അല്ലെ. ഏതൊരാളും അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ ഹൃദയം അതിനകത്ത് ഉണ്ടായിരിക്കും അല്ലെ, അള്ളാഹുമായിട്ട് ഇൻവോൾവ് ആയിരിക്കും. നമ്മുടെ ഹൃദയം അതിനകത്ത് ഇൻവോൾവ് അല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തില് അല്ലെ, നമ്മുടെ ആ ഒരു ഉള്ളിൽ നിന്ന് അത് ഇല്ലാന്നുണ്ടെങ്കിൽ, ആ സ്പിരിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ ആ എടുക്കുന്ന എഫേർട്ട് എന്താ നമ്മുടെ കൈക്കും കാലിനും ഒരു എക്സസൈസ് എന്നുള്ളതിനപ്പുറത്ത് ഒന്നും ആവില്ല അല്ലെ. അതിൽ നിന്ന് നമുക്കൊരു സംതൃപ്തി, സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല അല്ലെ. അത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആകെ ക്ഷീണം വരെ ചെയ്യുള്ളൂ. അപ്പൊ നമ്മള്
എന്തും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഒരു പണി ആയിക്കോട്ടെ, എന്തെങ്കിലും ഇപ്പൊ നമ്മൾക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ആരെങ്കിലും വിരുന്ന് വരും, ഒന്നും വേണ്ട, നമ്മൾ ഭർത്താവ് മൂപ്പർക്ക് ഇഷ്ടമുള്ള ഒരു ഡിഷ്, ഒരു ഫുഡ് നമ്മൾ ഉണ്ടാക്കാന്ന് വെച്ചോ. മൂപ്പര് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്, ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് ഓരോ ഇൻഗ്രീഡിയന്റ് ഇടുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്താ കാണുന്നത്, മൂപ്പര് അത് തിന്ന് നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റിലെ ആ ഒരു പ്ലസന്റ്നെസ് കാണുന്നത്, അല്ലെങ്കിൽ ഇത് നന്നായിട്ടുണ്ട്. ചിലപ്പം എല്ലാ ഭർത്താക്കന്മാരും ചിലപ്പോൾ നന്നായാൽ പോലും നന്നായി എന്ന് പറയുന്നവരായിക്കൊള്ളണമെന്നൊന്നുമില്ല, അത് വിട്ടേക്കിനി വേറെ ആരെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ അവരത് കഴിക്കുമ്പം ആ ഒരു ടേസ്റ്റ് അവരുടെ മുഖത്ത് കാണുന്നത്, അവരതിന്റെ പേരിൽ നമ്മളെ പ്രശംസിക്കുന്നത്, അല്ലെ, അതൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോ ഒരു ഗസ്റ്റ് വരാണെങ്കിൽ പോലും നമ്മൾ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുമ്പോൾ അവരത് കഴിച്ചിട്ട് അവർ നമുക്ക് തരുന്ന റെസ്പോൺസ് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യാറുണ്ട്, അല്ലെ. നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയാണ് മിക്കവാറും. എന്തെങ്കിലും നമുക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ നമ്മൾ അതിങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാ ചെയ്യുക. ഇനി അവർ വന്നാലും അവരുടെ കൂടെ ഇരുന്ന് അത് കഴിക്കുമ്പോൾ ഇത് കഴിച്ചു നോക്ക് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്താ, ഇത് അവർക്ക് തൃപ്തി ഉണ്ടായിരിക്കണം, അവർക്ക് അത് ഇഷ്ടം. നമ്മൾ അതിനകത്ത് ഫുള്ളി ഇൻവോൾവ് ആണല്ലോ. അപ്പൊ നമുക്ക് അകത്ത് പാത്രം കഴുകാൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ സമയം ഉണ്ടാക്കി അടുത്ത് വന്നിരിക്കും, എന്തിന്, ഇവരുടെ ഈ ഒരു തൃപ്തി കാണാൻ വേണ്ടിയിട്ട്, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അത് അത്രയും നമ്മൾ എൻജോയ് ചെയ്തിട്ടായിരിക്കും അത് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതേപോലെ അത് റിസീവിങ് എൻഡ്, അത് കിട്ടുന്ന ആളുകളുടെ തൃപ്തി നമുക്ക് കാണുകയും വേണം, അല്ലെ. ഭയങ്കര ഡിഫറൻസ് ആണ്. അത് വെറുതെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി മേശമ കൊണ്ടുപോയി വെച്ച് അവർ തിന്നെങ്കിൽ തിന്ന്, തിന്നില്ലെങ്കിൽ തിന്നില്ല എന്ന് വെച്ച് എഴുന്നേറ്റ് പോകുന്നതും, ഈ ഇപ്പൊ പറഞ്ഞ സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കി അവരുടെ ആ ഒരു സന്തോഷം കാണുന്നത് വരെ നമ്മൾ ഇരുന്ന് അതിന് എന്താണ് ഫീഡ്ബാക്ക് കേട്ട് ഒക്കെ ഇരിക്കുന്നത് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്, അല്ലെ. അപ്പം ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ചെയ്ത് കഴിയുന്ന എന്തൊരു കാര്യത്തിനും അതിന്റെ റിസൾട്ട് ശരിക്കും കാണാനുണ്ടാവും. സുബ്ഹാനല്ലാഹ്, അല്ലെ. ചില സമയത്ത് നമ്മുടെ മൂഡ് ഭയങ്കര മോശമാണെങ്കിൽ, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭയങ്കര എന്തെങ്കിലും ടെൻഷനുള്ള സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന സാധനത്തിൽ അത് കാണാനുണ്ടാവും, അല്ലെ. ചപ്പാത്തി കരിഞ്ഞു പോവും, ചോറ് വെന്തു പോവും, കറിയിൽ ഉപ്പ് കൂടി പോകും, നമുക്ക് അറിയുന്നുണ്ടാവില്ല നമ്മൾ ഒരു പ്രാവശ്യം ഉപ്പ് ഇട്ടതാണോ എന്നൊക്കെ, അല്ലെ. അപ്പോൾ നമ്മുടെ ആ ഒരു ഫീലിങ്സ് നമ്മൾ അതിനകത്ത് എത്രത്തോളം ഇൻവോൾവ് ആണെന്നുള്ളതിനകത്ത് ഉള്ള തെളിവാണ്. നമ്മൾ ഇൻവോൾവ് ആണെങ്കിൽ അതിന്റെ ഫ്ലേവറും ഉണ്ടാവും, ബ്യൂട്ടിയും ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും, റിസീവിങ് എൻഡിന് അത് കിട്ടുന്ന ആളുകൾക്ക് അതിന്റെ തൃപ്തിയും ഉണ്ടാവും. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്ലാമും ഇസ്മായിൽ അലൈഹിസ്ലാമും കഅബ ഉണ്ടാക്കുമ്പം അവരെത്രത്തോളം ഇൻവോൾവ് ആയിട്ടാണ് അത് ചെയ്യുന്നത്, അല്ലെ. അവർ അള്ളാഹിന്റെ അടുത്ത് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അത് അവർക്ക് അള്ളാഹ് സ്വീകരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അവർ അള്ളാഹിന്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടേ ചെയ്യുക. ഒന്നൊന്ന് കമ്പയർ ചെയ്ത് നോക്കി, ഈ രണ്ട് സീന് നിങ്ങളുടെ മനസ്സിൽ വരട്ടെ. ആരെങ്കിലും നമുക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ വരുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കുമ്പം നമ്മുടെ മനസ്സിൽ എന്താ ഓടുക എന്നുള്ളതും, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ, അല്ലെ, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താ ഓടുക എന്നുള്ളതും ഒന്ന് ആലോചിച്ച് നോക്കാം. ശരിക്കും നമ്മൾ അള്ളാഹ് സ്വീകരിക്കണം എന്ന് വിചാരിച്ചിട്ടാണോ നമ്മുടെ ഇബാദത്തുകൾ ചെയ്യുന്നത്? അത്രയും എൻജോയ് ചെയ്തിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? അള്ളാഹിനോട് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് മനസ്സിൽ മറ്റേ സിറ്റുവേഷനിൽ, അതായത് നമ്മൾ അങ്ങനെ ആരെങ്കിലും വരുമ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ, അത് അവർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് നിങ്ങൾ എങ്ങനെയാ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നതൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യാറുണ്ട്. നമ്മൾ പെണ്ണുങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാ, അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം എത്രത്തോളാണ് നമ്മൾ അള്ളാഹ്ക്ക് ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച്, ഇങ്ങനെയൊക്കെ അള്ളാഹിന്റെ അടുത്ത് സംസാരിച്ച്, അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. എവിടെയാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്, അല്ലെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഈ ലെസൺ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ചിന്ത പോലും നമ്മുടെ ഒന്നും ഉള്ളിൽ കൂടെ പോവില്ലായിരുന്നു. അള്ളാഹുവെ നീ ഞങ്ങളെ മുസ്ലിം ആക്കുക. അള്ളാഹുവെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നീ സ്വീകരിക്കുക, നിനക്ക് തൃപ്തിയുള്ളതാവണേ റബ്ബേ, അല്ലേ. ഞങ്ങൾ ഒന്ന് കഴിഞ്ഞ് അതായത് ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമാകല്ലേ ഞങ്ങളുടെ അവസാനത്തെ കർമ്മം. ഇതിനുശേഷം ഇനിയും ഒരുപാട് നിനക്ക് തൃപ്തിയുള്ള ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് താ. ഞങ്ങൾ ഇതിനകത്ത് നീ ഉറപ്പിച്ചു നിർത്തുക. കാരണം ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല റബ്ബേ, നാളെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവോ, ഈ ഒരു പാതയിൽ ഞങ്ങൾ ഉണ്ടാവോ എന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല. നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ല, അല്ലെ, തുടങ്ങിയിട്ട് പോലും ഇല്ല. അപ്പം ഈ ഒരു വഴിയിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തുക. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ ഇതുപോലെ, ഞങ്ങളുടെ മക്കളെ എന്ന് പറയുമ്പോൾ ദുരിയത്ത് എന്ന് പറയുമ്പോൾ വരുന്ന എല്ലാ തലമുറകളെയും നീ ഇങ്ങനെ ആക്കുക. ഞങ്ങളുടെ പശ്ചാത്തലം നീ സ്വീകരിക്കുക. ഞങ്ങളെ നീ പശ്ചാത്തപിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്ത്. ഞങ്ങൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള തൗഫീഖ് നീ താ. എന്നിട്ട് ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കുക. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് താ. സുബ്ഹാനല്ലാഹ്. എത്രത്തോളം ഇൻവോൾവ് ആയിട്ടുള്ള ദുആണ് അവർ ചെയ്യുന്നത്, അല്ലെ. ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا
ഇത്രയും വലിയൊരു കർമ്മം വേറെ ആരെങ്കിലും അതിനു മുമ്പോ അതിന് ശേഷമോ ചെയ്തിട്ടുണ്ടോ? കഅബ ഉണ്ടാക്കുന്നത് പോലെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അത്രയും വലിയൊരു കാര്യത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തെരഞ്ഞെടുത്ത് അവരത് ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ചെറിയ തോതിലുള്ള ഒരു കിബ്റെങ്കിലും അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവർ റബ്ബിനോട് സ്വീകരിക്കുന്നു പറഞ്ഞ് ദുആ ചെയ്യൂല അല്ലെ? അല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ ഞങ്ങളെ മുസ്ലിങ്ങളാക്ക് റബ്ബേ എന്ന് അവർ പറയൂല. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു കൊടുത്ത മാതൃക ഞങ്ങളുടെ മക്കൾ എന്തായാലും ഫോളോ ചെയ്യും എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ വമിൻ ദുർരിയത്തിന ഉമ്മത്തൻ മുസ്ലിമത്ത് എന്ന് അവർ പറയൂല. സുബ്ഹാനല്ലാഹ്. അരിനാ മനാസിക്കന. ഞങ്ങള് കഅബ ഉണ്ടാക്കുകയാണ് അല്ലെ? എന്തിനു വേണ്ടിയിട്ട്? ആളുകൾക്ക് നിന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എങ്ങനെയാ ആളുകൾക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുക? നമുക്കറിയില്ല അല്ലെ? അപ്പം അള്ളാഹ് കാണിച്ചു തരണം. അപ്പം അള്ളാഹുവെ നീ അത് കാണിച്ച എങ്ങനെയാണ് നിന്നെ ഞങ്ങള് തൃപ്തിപ്പെടുത്തേണ്ടതെന്ന്. അപ്പം അത്രയും അവരുടെ ദുആ ആണ് നമ്മൾ ഈ കണ്ടത്. ഇതിൽ നിന്നുള്ള ലെസൺസ് എന്ന് പറയാൻ നമ്മൾ എത്രത്തോളം അള്ളാഹുവിന്റെ മുമ്പിൽ ആവശ്യക്കാരാണെന്നുള്ളത് കാണിക്കുന്ന വല്ലാത്തൊരു പിടിച്ചു കുലുക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? എത്രത്തോളം നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ ആവശ്യക്കാരാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാമും അവർ ഇത്രയും ബെസ്റ്റ് കാര്യം ചെയ്യുമ്പോഴും അവരെന്താണ് റബ്ബന 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? എന്റെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ. ആർക്കാ ഇങ്ങനെ പറയാൻ പറ്റുക? നമ്മൾ പറയാറുണ്ടോ? നമ്മൾ ഒരു നമസ്കാരം നമസ്കരിച്ച് തീരുന്നതിന്റെ ഇടക്ക് മനസ്സറിഞ്ഞ് എത്ര റബ്ബന പറയാറുണ്ട്? നമ്മൾ ബൈഹാർട്ട് പഠിച്ചു വെച്ച ദുആകളല്ലാതെ. അത് അള്ളാഹ് സ്വീകരിക്കണം. അള്ളാഹുവെ നീ നിന്റെ സ്വീകാര്യത ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ശരിക്കുള്ള ബോധമുള്ളവര് അല്ലെ? നമ്മളൊരു മനുഷ്യന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒന്ന് തല കുനിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആവശ്യമുണ്ടായിരിക്കണം അല്ലെ? ഭൂമിയിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പക്ഷേ എവിടെയെങ്കിലും ഒരു റിസർവേഷൻ കിട്ടാനോ ഒരു അഡ്മിഷൻ കിട്ടാനോ ഒക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ മുമ്പിൽ പോലും നമ്മൾ കീഴൊതുങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആവശ്യം ഉള്ളത് കൊണ്ടാണ് അല്ലെ? ഇത്രയും കീഴൊതുങ്ങുന്ന ഇത്രയും വലിയ മാതൃകകൾ നമ്മളുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ? അള്ളാഹു അത്തരത്തിൽ മാറാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. നമ്മൾ എത്ര വലിയ കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്ത് എത്ര സംഭവമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തെന്ന് വിചാരിച്ചാലും അങ്ങനെയുള്ള ചിന്തകൾ നമ്മൾക്ക് ഇബ്ലീസ് അല്ലെങ്കിൽ നമ്മുടെ നഫ്സ് നമ്മുടെ ഉള്ളിൽ ഇട്ട് തന്നാലും നമ്മൾ പറയാ നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ ആവശ്യക്കാരാണ് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫത്ഹ കഴിഞ്ഞ സമയത്ത് മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെ ഒട്ടകത്തിന്റെ പുറത്തിരുന്നിട്ട് താടി ഒട്ടകത്തിന്റെ ഇതിന്റെ മുകളിൽ കുത്തി നിൽക്കുന്ന പോലെ അത്രയും കുനിഞ്ഞ് ഹമ്പിളായിട്ട് ഒതുങ്ങിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ചതെന്നാ പറയുന്നത്. അപ്പം അതിനേക്കാളും വലിയ വിജയം വേറെ എന്തുണ്ടായിരുന്നു ദുനിയാവിൽ അല്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും ഹമ്പിളായിട്ടാ. നമ്മളൊക്കെ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ ഇന്ന് വരെ? നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് ഒരു ആവശ്യക്കാരനാണെന്ന് സുബ്ഹാനല്ലാഹ് ഈ ദുആകൾ കാണിച്ചു തരുന്നുണ്ട് അല്ലെ? പിന്നെ ആളുകള് ആ ദീനില് അള്ളാഹു നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെ? നമ്മളെ ഈ ദീനിൽ സ്ട്രോങ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ സഹായം കൂടിയേ തീരൂ അല്ലെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ലെസൺ കൂടെ നമുക്ക് ഇതിനകത്തുണ്ട്. നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇറങ്ങിക്കഴിഞ്ഞാലും ഒരുപാട് പ്രയാസങ്ങൾ വരും അല്ലെ? ഇപ്പം ഈ ഒരു കോഴ്സ് തന്നെ സുബ്ഹാനല്ലാഹ് തുടങ്ങിയപ്പോ നല്ല ഉഷാറിൽ തുടങ്ങിയ ആളുകൾ ഉണ്ടായിരുന്നു. പല 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 പ്രശ്നങ്ങൾ അവർക്ക് വന്നു അല്ലെ? ഒന്നെങ്കിൽ കണ്ടിന്യൂറ്റി കിട്ടാത്ത, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ക്ലാസ് കേൾക്കാൻ പറ്റാതെ എക്സാം എഴുതാൻ പറ്റാത്തവര്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിവരാൻ പറ്റൂല എന്നുള്ള രീതിയിലുള്ള പരീക്ഷണങ്ങൾ, അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ വന്നതിന്റെ പേരിൽ ഇതിൽ നിന്ന് മെല്ലെ മെല്ലെ മാറിപ്പോയി പിന്നെ തിരിച്ചു വരാൻ പറ്റാതായവര് അല്ലെ? അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ഒരു തരത്തിലും ഇതിനോട് അടുക്കാൻ പറ്റാത്തവര്, അങ്ങനെ പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് അടികൾ വന്നുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. കാരണം ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹു സ്വർഗം തരൂല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലേ ഖുർആനിൽ? നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പം പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ആരുടെ സഹായം വേണ്ടത്? അള്ളാഹുവിന്റെ സഹായം അല്ലെ? മുസ്ലിമായിട്ട് തുടരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ സഹായം നമുക്ക് കൂടിയേ തീരും. നമ്മളെ മേലെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ മേലെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് സ്ഥിരമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റൂല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റൂല. ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ കൂടുതൽ നന്നാക്കി ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മളെ മേലോ മറ്റുള്ളവരുടെ മേലോ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ. കാരണം എന്തെങ്കിലും ഇപ്പൊ നമ്മളെ മേലെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെ, നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പരാധീനതകൾ വരുമ്പോൾ നമ്മൾ അവിടെ തളർന്നു പോകും. കാരണം എനിക്ക് പറ്റുന്നില്ല,
എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മളെ ഡിപ്പെൻഡൻസ് എവിടെയാ? നമ്മളെ മേലായിരുന്നു, അള്ളാന്റെ മേലല്ല അല്ലെ. അള്ളാഹുവെ നീ ഞങ്ങളെ മുസ്ലിമായിട്ട് നിലനിർത്ത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അത് അറിഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെ ഡിപ്പെൻഡൻസ് എവിടെയായിരുന്നു? അള്ളാഹുവിന്റെ മേലായിരുന്നു. ഇനി നമ്മൾ വേറെ ആളുകളുടെ മേലെ ഡിപ്പെൻഡ് ചെയ്യും, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ അത് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇത് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മാഷാ അള്ളാഹ് നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ സബ് ഗ്രൂപ്പുകളൊക്കെ തന്നെ മാഷാ അള്ളാഹ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാ. പക്ഷെ ആ സപ്പോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുമ്പോഴും അതിനകത്തൊക്കെ ജോയിൻ ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സപ്പോർട്ട് ചെയ്യുന്നവർ അവരുടെ ഇബാദത്തായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അത്. അല്ലാതെ അവരുള്ളത് കൊണ്ട് നമ്മൾ പഠിക്കുന്ന വിചാരിച്ചിട്ടുള്ള കാര്യമേ അല്ല. കാരണം എത്ര തന്നെ അവര് സപ്പോർട്ട് ചെയ്താലും ഇപ്പം തന്നെ നമ്മൾ ആ ട്രെൻഡ് കാണുന്നുണ്ട്. ആദ്യം 15ഉം 30ഉം ഒക്കെ ആൾക്കാർ ഗ്രൂപ്പ് കയറിയിട്ട് ഇപ്പോൾ 10 ആൾക്കാർക്കും യാതൊരു റെസ്പോൺസും ഉണ്ടാവില്ല അല്ലെ. കാരണം ഇവരെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലീഡേഴ്സ് അതിനകത്തുള്ളത്. പക്ഷെ ഒരു സമയത്തുമ്പോൾ ലീഡേഴ്സിനും പറഞ്ഞു പറഞ്ഞു മതിയായി, കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരങ്ങ് വിടും അല്ലെ. അപ്പൊ മനുഷ്യന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ടിന് ഒരു പരിധിയുണ്ട്. നമ്മളുടെ സ്വയം ഉള്ളിൽ നിന്ന് വരുന്ന സ്ട്രെങ്ത്തിന് ഒരു പരിധിയുണ്ട്. നമ്മൾ സ്ട്രോങ് ആയി നിൽക്കണമെങ്കിൽ ആര് സഹായം വേണം? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം തന്നെ വേണം. കാരണം എന്തായാലും പ്രയാസങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇറങ്ങി തിരിച്ചോ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, സ്വർഗത്തിന് വേണ്ടി, സ്വർഗം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് വിചാരിച്ച് നമ്മൾ മുന്നിട്ട് ഇറങ്ങിയോ പരീക്ഷണങ്ങൾ ഉണ്ടാവും. പല വഴിക്ക് അടികൾ വരും, പല വഴിക്ക് വരും. അത് ശാരീരികമായിട്ട് വരും, സാമ്പത്തികമായിട്ട് വരും, കുടുംബപരമായിട്ട് വരും, ആരോഗ്യപരമായിട്ട് വരും, പല രീതിയിൽ വരും, മാനസികമായിട്ട് വരും. റബ്ബന വജഅൽനാ മുസ്ലിമീന ലക, ഞങ്ങളെ മുസ്ലിങ്ങളായിട്ട് നീ നിലനിർത്ത് റബ്ബേ, സ്ഥിരമായിട്ട് നിനക്ക് കീഴൊതുങ്ങുന്നവരായിട്ട് നീ നിലനിർത്ത് റബ്ബേ. പിന്നെ നമ്മൾ പഠിച്ചത് ഇഖ്ലാസ്, ആത്മാർത്ഥത, സിൻസിയറിറ്റി അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. കാരണം മുസ്ലിമേനി ലക് വമിൻ ദുർരിയതിന ഉമ്മതൻ മുസ്ലിമതൻ ലക്, നിനക്ക് വേണ്ടി മാത്രം അല്ലെ. നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി, വേറൊരാൾക്കും കീഴൊതുങ്ങാനല്ല. അള്ളാഹ്ക്ക് വേണ്ടി ഞങ്ങളെയും കീഴൊതുക്ക്, ഞങ്ങളുടെ വരുന്ന തലമുറകളെയും നീ കീഴൊതുക്ക്. അതിനകത്ത് ഇഖ്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥത ഇല്ലാന്നുണ്ടെങ്കിൽ സ്വീകരിക്കപ്പെടൂല അല്ലെ. കർമ്മങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു. ഇനി അടുത്ത 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ അത് നമ്മുടെ മക്കൾക്ക് കൂടെ വേണ്ടി ചോദിക്കാം. മക്കൾ എന്ന് പറയുമ്പോൾ വരുന്ന തലമുറകൾക്കൊക്കെ വേണ്ടിയിട്ട് ചോദിക്കുക. അള്ളാഹുവെ നീ ഞങ്ങളെ മുസ്ലിം ആക്കെന്ന് പറയുമ്പോൾ ഞങ്ങളെ മക്കൾക്കും വരുന്ന തലമുറകൾക്കും വേണ്ടിയിട്ട് ചോദിക്കാം. നമുക്ക് വേണ്ടതൊക്കെ, നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ അവർക്കും കൂടി വേണ്ടിയിട്ട് റബ്ബിന്റെ അടുത്ത് ചോദിക്കാം. പിന്നെ പഠിക്കുന്ന ഒരു ലെസൺ 5ാമത്തെ പോയിന്റ് എന്താന്ന് പറഞ്ഞാല് ഇബാദത്തുകൾ അല്ലെ, മനാസിക് എന്ന് പറയുന്ന അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ രീതികൾ. അത് ഹജ്ജിനായിക്കോട്ടെ, സക്കാത്തിനായിക്കോട്ടെ, നിസ്കാരത്തിനായിക്കോട്ടെ, നോമ്പിനായിക്കോട്ടെ, ഇതൊക്കെ ആരോ പഠിപ്പിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആലയാ പഠിപ്പിക്കുന്നത് അല്ലെ. ഇബാദത്ത് ചെയ്യുന്ന രീതികളൊക്കെ പഠിപ്പിക്കുന്നത് അള്ളാഹു ആണ്. മനുഷ്യന്മാർക്ക് സ്വന്തം കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു കാര്യമേ അല്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റിയ ഒരു കാര്യമേ അല്ല. അത് അള്ളാഹു ഫിക്സഡ് ആയിട്ട് മനുഷ്യന്മാരെ പഠിപ്പിച്ച കാര്യമാണ്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്ലാമിന് അല്ലെ കഅബ ഉണ്ടാക്കി ഇബ്രാഹിം അലൈഹിസ്ലാമിന് അങ്ങ് തീരുമാനിക്കായിരുന്നു ഇവിടെ ഇങ്ങനെ ഇബാദത്ത് ചെയ്യണം എന്ന്. പകരം അരിന മനാസിക്കന, വെറുതെ പഠിപ്പിച്ചു തരാനല്ല പറഞ്ഞത്, ഞങ്ങൾക്ക് കാണിച്ചതാ മനാസിക്, എവിടെ എന്ത് ചെയ്യണമെന്ന് കാണിച്ചതാ. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം അലൈഹിസ്ലാമിന് പറയായിരുന്നു, ഞാൻ ഇവിടെ കഅബ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളൊക്കെ വന്നോ അല്ലെ, കഅബന്റെ ചുറ്റും ഇങ്ങനെ ഒരു 10-15 പ്രാവശ്യം നടന്നോ, എന്നിട്ട് മീനാലിൽ പോയിക്കോ, എന്നിട്ട് അറഫായിൽ പോയിക്കോ. ഇല്ല, അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചതാണ്, അള്ളാഹു സുബ്ഹാനഹു തആല കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റൂല, പാടില്ല. പിന്നെ അടുത്ത പോയിന്റ് വതുബഅലൈന ഇന്നക അൻത തവ്വാബുർ റഹീം, തൗബയുടെ പ്രാധാന്യം അല്ലെ. എല്ലാവരും തൗബ ചെയ്യണം, തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇബ്രാഹിം അലൈഹിസ്ലാമും ഇസ്മായിൽ അലൈഹിസ്ലാമും അല്ലെ, അവരെക്കാൾ മേലെ ആരുണ്ട്? സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടി ഇത്രയധികം ത്യാഗങ്ങൾ ചെയ്തല്ലേ, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവരാണ് അള്ളാഹിന്റെ അടുത്ത് ചോദിക്കുന്നത് വതുബഅലൈന. കാരണം നമ്മൾ മനുഷ്യന്മാരെല്ലാരും തന്നെ, അവരുൾപ്പെടെ മനുഷ്യന്മാരെല്ലാരും തന്നെ വീക്കാണ്. നമ്മളിനി എത്ര ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകും, അറിയാതെ ചെയ്തു പോകും അല്ലെ. അള്ളാഹിന്റെ അതൃപ്തി, അള്ളാഹിന്റെ ദേഷ്യം ഉണ്ടാക്കുന്ന, കോപം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തു പോവും. ആദം അലൈഹിസ്ലാം അള്ളാഹു വിരോധിച്ച വൃക്ഷത്തിൽ നിന്ന് പഴം കഴിച്ചത്, ഒന്നാ പിന്നെ ഞാൻ അള്ളാഹുവിനെ ഒന്ന് ദേഷ്യപ്പെടുത്തിയേക്കാന്ന് വിചാരിച്ച് ചെയ്തതാണോ? അല്ല അല്ലെ, മറന്നുപോയി. അത്
തിരിച്ചറിഞ്ഞില്ല, പെട്ടെന്ന് ഒരു ടെംപ്റ്റേഷനിൽ പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ എത്ര മുത്തഖിയാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും, എത്ര അറിവുള്ളവരാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും, എത്ര വലിയ ഉയരത്തിലെത്തിയെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും, ആളുകൾ പറയുന്നുണ്ടെങ്കിലും, നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുവേ, നീ മാത്രമാണ് തൗബ സ്വീകരിക്കുന്നവൻ, നീ തൗബ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നവനാണ്, നീ കാരുണ്യമുള്ളവനാണ്. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി മടങ്ങ, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അടുത്ത ആയത്ത് 129. റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക്, അതായത് ഞങ്ങളുടെ സന്താനങ്ങൾക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ പ്രതാപവാനും അഗാധജ്ഞാനിയും ആകുന്നു. വാക്കർത്ഥം: റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വബഅസ്, ബ ഐൻ സ, നീ ഉയർത്തേണമേ അല്ലെങ്കിൽ നിയോഗിക്കണമേ എന്നൊക്കെ അർത്ഥം. ഫീഹിം, അവരിൽ, റസൂലൻ, ഒരു റസൂലിനെ, മിൻഹും, അവരിൽ നിന്നുള്ള, യത്ലൂ, ത ല വ അല്ലെങ്കിൽ ത ല യ, ഓതി കേൾപ്പിക്കുക, ഓത്, തിലാവ എന്നുള്ള വാക്ക്, അലേഹിം, അവർക്ക്, ആയാതിക്, നിന്റെ വചനങ്ങൾ, ആയത്ത്, ആയാത്ത്, ഓക്കെ, ദൃഷ്ടാന്തങ്ങൾ, നിന്റെ വചനങ്ങൾ, വയുഅല്ലിമുഹും, അവരെ പഠിപ്പിക്കുന്ന, യുഅല്ലിമുഹും, ഓക്കെ, അൽ കിതാബ, ഗ്രന്ഥത്തെ, വൽ ഹിക്മത, ഹ കാഫ് മീം, വിജ്ഞാനത്തെ, യുക്തിയെ, അറിവിനെ എന്നൊക്കെ അർത്ഥം, വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്ന, സൈ കാഫ് വാവ് അല്ലെങ്കിൽ സൈ കാഫ് യ, രണ്ടും വരാം, സക്ക, തസ്കിയ എന്നൊക്കെ വരുന്ന വാക്ക് ഇതിൽ നിന്നാണ്. ഇന്നക, വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്ന, അവരെ പ്യൂരിഫൈ ചെയ്യുന്ന, പരിശുദ്ധപ്പെടുത്തുന്ന, ഇന്നക, നിശ്ചയം, നീ, നിശ്ചയമായും നീ, അൻത, നീ തന്നെയാണ്, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇന്നക പ്ലസ് അൻത ഡബിൾ സ്ട്രെസ് ആണ്, അൽ അസീസ്, പ്രതാപശാലി, ഇസ്സത്തുള്ളവൻ, അൽ ഹക്കീം, അഗാധമായ ജ്ഞാനമുള്ളവൻ, ഹിക്മത്തുള്ളവൻ, യുക്തിയുള്ളവൻ എന്നൊക്കെ. തഫ്സീർ നോക്കാം. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വബഅസ് ഫീഹിം, നീ എന്താണ് അവരിൽ നിന്ന് ഉയർത്ത്. ബഅസ, ബ ഐൻ സ, ബഅസ എന്ന് പറഞ്ഞാൽ റീസ് ചെയ്യുക. നമ്മൾ മരണത്തിന് ശേഷം, ബഅസ ബഅദൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ്, അതിന് ബഅസ് എന്ന് പറയും. അല്ലെ, നമ്മൾ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ, അതിന് ബഅസ് എന്ന് പറയും. പിന്നെ ബഅസക്ക് വേറൊരു അർത്ഥമുള്ളത് അപ്പോയിന്റ് ചെയ്യുക, നിയോഗിക്കുക, അയക്കുക എന്നൊക്കെ അർത്ഥം കൂടെയുണ്ട് ബഅസിന്. അപ്പൊ വബഅസ് ഫീഹിം, അവരിൽ നിന്ന് തന്നെ, അവരിൽ അയക്കുക, അവരിൽ അപ്പോയിന്റ് ചെയ്യുക, അവരിൽ നീ ഒരാളെ നിയമിക്കുക. ഫീഹിം, ഈ ഫീഹിം എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഇവിടെ തൊട്ട് മുമ്പ് നമ്മൾ ദുരിയത്തിന എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ, ഞങ്ങളുടെ ദുരിയത്തുകൾ, അതായത് ഞങ്ങളുടെ വരുന്ന തലമുറകളെ. അപ്പൊ ഞങ്ങളുടെ വരുന്ന തലമുറകള് എന്താണ് ദുആ ചെയ്തു വന്നത്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാമും, ആദ്യം അവര് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും മുസ്ലിം ആക്കണേന്ന് ദുആ ചെയ്തു. പിന്നെ അവരുടെ തലമുറകളെ എന്താണ് ഉമ്മത്തൻ മുസ്ലിമത്തൻ ആക്കണമെന്ന് പറഞ്ഞു അല്ലെ. എന്നിട്ട് അത് നിനക്ക് കീഴൊതുങ്ങിയവരാക്കിയിട്ട് എന്താക്കണം? അവരിലേക്ക് റസൂലൻ, ഒരു റസൂലിനെ, ഒരു സന്ദേശവാഹകനെ, ഒരു മെസ്സഞ്ചറെ വബഅസ്, അയക്കണം, നിയോഗിക്കണം എന്ന് ദുആ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. റസൂൽ, സീൻ ലാം, സന്ദേശവാഹകൻ, മെസ്സഞ്ചർ എന്നൊക്കെ അർത്ഥം. റിസാലത്ത്, സന്ദേശം, മിൻഹും, അവരിൽ നിന്ന്. അപ്പം അവരിൽ നിന്ന് തന്നെയുള്ള ഒരു മെസ്സഞ്ചർ, ഒരു റസൂലിനെ ആക്കണം എന്നാ പറഞ്ഞത്. അവരിൽ നിന്ന് തന്നെ എന്ന് പറയാൻ, എടുത്തു പറയാനുള്ള കാരണം, മിൻഹും എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ മനസ്സിലാക്കണം. ഒന്ന്, അവരെ പോലെ തന്നെ മനുഷ്യനായിട്ടുള്ള ഒരു റസൂല്, മനുഷ്യനായിട്ടുള്ള ഒരു സന്ദേശവാഹകൻ. അതൊരു മലക്കോ ഒരു ജിന്നോ ആണെങ്കിൽ സുബ്ഹാനല്ലാഹ് അത്ര വർക്കാവില്ല അല്ലെ. ജിന്നാണെങ്കിൽ ആളുകൾ കേട്ടോളണമെന്നില്ല, ആളുകൾ ചിലപ്പോൾ പേടിച്ച് ഓടുകയും ചെയ്യും അല്ലെ. മലക്കാണെങ്കിൽ ആ മലക്കുകൾ ചെയ്യുന്ന പല കാര്യങ്ങളും മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മനുഷ്യനായിട്ടുള്ള ഒരു റസൂലിനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലസ്
അവരിൽ നിന്ന് തന്നെയുള്ളത്. മിൻഹും എന്ന് പറയുമ്പോൾ അവരുടെ ആളുകളിൽപ്പെട്ട, അവരുടെ അതേ അതായത് വരുന്ന തലമുറകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അവരുടെ ജനതയിൽപ്പെട്ട, അതായത് വേറൊരു നാട്ടിൽ നിന്ന് വന്ന ആളുകളല്ലാതെ, അവർക്ക് പരിചയമില്ലാത്ത ഒരാളല്ലാതെ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാത്ത ഭാഷ സംസാരിക്കുന്ന ഒരാളല്ലാതെ അവരിൽ നിന്ന് തന്നെയുള്ള ഒരാളെ റസൂലായിട്ട് കൊണ്ടുവരണേ ആണുള്ള. അല്ലെ, നമുക്ക് പൊതുവെ നമ്മുടെ ഭാഷ സംസാരിക്കുന്ന, നമുക്കറിയുന്ന, നമ്മളുടെ കൂടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അവരുടെ രീതികളൊക്കെ അറിയാവുന്ന, അവരുടെ പാസ്റ്റ് അറിയാവുന്ന ഒരാള് നമ്മളടുത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. അല്ലെ, ഏതെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഭാഷയിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് കാര്യം മനസ്സിലാവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ കംപ്ലീറ്റ് സ്ട്രേഞ്ചർ ആണെങ്കിൽ മനസ്സിലാവില്ല. ചിലപ്പോ നമുക്ക് അവർ പറയുന്ന ഭാഷ പോലും മനസ്സിലായി എന്ന് വരൂല. അല്ലെ, അപ്പൊ നമ്മളെ ഭാഷ അവർ പഠിച്ച് പറഞ്ഞു തന്നാലും നമ്മുടെ കൾച്ചർ അവർക്ക് ചിലപ്പം ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവരും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് എത്ര വൈസായിട്ടുള്ള ദുആ ആണ് അല്ലെ, റബ്ബന വബഅസ് ഫീഹിം, അവരിൽ നീ ഉയർത്തണം ഒരു റസൂലിനെ, അല്ലെ, മിൻഹും, അത് അവരിൽ നിന്ന് തന്നെയുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് കംഫർട്ടബിൾ ആയിട്ടുള്ള, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന, അവരൊരു സന്ദേശവാഹകനായിട്ട് അവര് റെക്കഗ്നൈസ് ചെയ്യുന്ന, തിരിച്ചറിയുന്ന ഒരു പ്രവാചകനെ, ഒരു നബി അല്ലെങ്കിൽ ഒരു സന്ദേശവാഹകനെ, ഒരു റസൂലിനെ നീ അവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കണേ. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെ, മക്കയിലെ ആളുകൾക്ക് ഒരു സ്ട്രേഞ്ചറേ ആയിരുന്നില്ല. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേനെ നല്ല ഭംഗിയായിട്ട് അറിയായിരുന്നു. സൂറത്തുൻ നജ്മില് 2-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, മാ വല്ല സ്വാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ കൂട്ടുകാരൻ വഴി തെറ്റിയിട്ടില്ല, ദുർമാർഗിയായിട്ടുമില്ല. ഇവിടെ എന്തുകൊണ്ടാണ് സ്വാഹിബുക്കും, കൂട്ടുകാരൻ എടുത്തു പറയുന്നത്? കാരണം അവരുടെ സ്വാഹിബായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, അവരുടെ കൂടെ ജീവിച്ച് അവർക്ക് അറിയാവുന്ന, നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് പോലും അവർക്ക് അറിയാവുന്ന ഒരാളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് സ്വീകരിക്കാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. അല്ലെ, അവർക്ക് സ്ട്രേഞ്ചർ ആയിരുന്നില്ല. ഇനി അങ്ങനെ ഒരു നബീനെ അല്ലെങ്കിൽ ഒരു റസൂലിനെ അയച്ചിട്ട് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് ദുആയില്? യത്ലു അലൈഹിം ആയാതിക്, അവർക്ക് എന്താണ്, നിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തിക്, നിന്റെ ദൃഷ്ടാന്തങ്ങൾ, നിന്റെ ആയത്തുകള് അവര് ഓതി കേൾപ്പിക്കണം. യത്ലു തലാം വ അല്ലെങ്കിൽ തലാം യ തിലാവ, റെസിറ്റേഷൻ. ഖുറാനൊക്കെ നമ്മൾ തിലാവ നമ്മൾ മുമ്പ് കുറെ പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പം അവരുടെ മേല് ഈ ആയത്തുകള് ഓതി കേൾപ്പിക്കണം. ആയത്തിന്റെ പ്ലൂറലാണ് ആയാത്ത്. ഓക്കെ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആളുകളിലേക്ക് അവരിൽ നിന്നൊരു റസൂലിനെ അയക്കുകയും ആ റസൂലിനെ അയക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആളുകളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സന്മാർഗം കാണിക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കുക. അള്ളാഹ് എന്താണോ അയച്ചത് അത് അവരെ അറിയിക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി 2-ാമത്തെ സ്റ്റെപ്പ് എന്താണ്? വയുഅല്ലിമുഹുമുൽ കിതാബ്, അവൻ അവരെ കിതാബ് പഠിപ്പിക്കണം. അല്ലമ യുഅല്ലിമു, അല്ലെ, അവൻ അവരെ കിതാബ് പഠിപ്പിക്കണം. യുഅല്ലിമു എന്താണ് വെച്ചാൽ ഇൽമ് പഠിപ്പിക്കുക. തഅലീം എന്ന് പറഞ്ഞാൽ ഇൽമ്, അറിവ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ വയുഅല്ലിമുഹും അൽ കിതാബ്, ഗ്രന്ഥം അവരെ പഠിപ്പിക്കണം. ഏത് ഗ്രന്ഥം? അൽ ഖുർആൻ. അല്ലെ, അവരുടെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരു റസൂൽ വന്ന് ആ റസൂൽ അവരെ കിതാബ് പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഏത് കിതാബ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഖുർആൻ. അല്ലെ, അല്ലാതെ ഈ റസൂല് വന്ന് ജസ്റ്റ് യത്ലു അലൈഹിം ആയാത്തിക്കൽ നിർത്തുന്നില്ല. അവന്റെ മേല് എന്താണ്, ആയത്തുകൾ ഓതി കൊടുക്കണം എന്ന് പറയുന്നിടത്ത് നിർത്തുന്നില്ല. പ്ലസ് എന്ത് ചെയ്യണം? പഠിപ്പിക്കുകയും കൂടെ വേണം. എന്താണ് പഠിപ്പിക്കലും എന്താണ് ഓത്തും തമ്മിൽ, അല്ലെങ്കിൽ യത്ലു അലിം, ആ രണ്ട് വാക്കുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം? നമുക്കറിയാം അല്ലെ, ഒരു ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ വെറുതെ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിലിരിക്കുക, ക്ലാസ്സിലുള്ള ഒരു കുട്ടി ഒരു ബുക്ക് എടുത്ത് അങ്ങനെ വായിക്കുക, ടെക്സ്റ്റ് നമ്മൾ പാസേജ് അങ്ങനെ വായിക്കുന്ന ഒരു ടീച്ചറും അവിടെ നിൽക്കണം. ടീച്ചർ ഇങ്ങനെ വെറുതെ കേട്ടോണ്ടിരിക്കുക. ഇത് വായിച്ചു പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ 1-2 വാക്കുകൾ മനസ്സിലാവും. ഒരു പക്ഷെ നമുക്ക് ഭാഷ അറിയാമെങ്കിൽ പോലും 1-2 വാക്കുകൾ നമുക്ക് മനസ്സിലാവില്ല. അല്ലെ, അപ്പൊ ഒരു നല്ല ടീച്ചർ ആണെങ്കിൽ ആ കുട്ടീനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ട് ഇന്നതാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം ജസ്റ്റ് റീഡ് ചെയ്യുക, യത്ലു തിലാവ നടത്തുക എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. താലീം അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഡിഫറെന്റ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അല്ലെ, അപ്പം
ഖുർആന്റെ ആയത്തുകളാവുമ്പോൾ അത് തിലാവയും ചെയ്യണം, തഅലീമും ചെയ്യണം. ഇതിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അയച്ചത് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വെറുതെ ഒരു ഗ്രന്ഥം നമ്മളിലേക്ക് അയക്കായിരുന്നു? ആകാശത്ത് നിന്ന് ഒരു വലിയ ലൈറ്റ് ഒക്കെ കൊടുത്ത് അല്ലെ, സുബ്ഹാനല്ലാഹ്, ആ ബുക്ക് അങ്ങോട്ട് ആളുകളിലേക്ക് ഇറക്കുക, ആൾക്കാർ ഇതെന്തോ സ്പെഷ്യൽ ആണെന്ന് വിചാരിക്കുക, വായിക്കുക, ഇത് അള്ളാഹുവിൽ നിന്നാണ്, ഇത് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച് അതങ്ങ് ചെയ്യാം. അള്ളാഹ്ക്ക് ഇത് പ്രയാസമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല അല്ലെ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ അയച്ചു. എന്തിനു വേണ്ടിയാ? ആൾക്കാർക്ക് ആ ഗ്രന്ഥം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് ഇന്നതാ ഉദ്ദേശിക്കുന്നത്, ഇന്നതുകൊണ്ട് ഇന്നതാ നിങ്ങൾ ചെയ്യേണ്ടത്, ഓക്കെ, ഇന്ന കാര്യങ്ങളാ ചെയ്യേണ്ടത്, ഇതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇന്നത് പറഞ്ഞത് എന്നൊക്കെ ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത്. സൂറത്തു നഹ്ല് 44-ാമത്തെ ആയത്ത്, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. നിനക്ക് നാം ഉത്ബോധനം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അൻസൽനാ ഇലൈക ദിക്ർ, ജനങ്ങൾക്കായി അവതരിക്കപ്പെട്ടത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്യൂട്ടിയിൽ പെട്ടത് എന്താണ്? അവർക്ക് വിവരിച്ചു കൊടുക്കുകയും കൂടെ വേണം അല്ലെ. നിനക്ക് ഉത്ബോധനം ഞാൻ തന്നു, നീ ആളുകൾക്ക് അത് എക്സ്പ്ലെയിനും ചെയ്തു കൊടുക്കണം. ബുക്ക് വെറുതെ അള്ളാഹ്ക്ക് അങ്ങ് കൊടുക്കായിരുന്നു അല്ലെ. പക്ഷേ അള്ളാഹു എന്ത് ചെയ്തു? അത് പഠിപ്പിക്കാൻ ഒരു ദൂതനെയും കൂടെ അയച്ചു. പക്ഷെ ബുക്ക് മാത്രം പഠിച്ചാൽ പോരാ, വേറെ എന്തും കൂടെ പഠിപ്പിക്കണം. വൽ ഹിക്മ, ഹിക്മത്തും പഠിപ്പിക്കണം. ഹിക്മ, ഹ കാഫ് മീം. ഹിക്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം അതിന്റെ ശരിയായ സ്ഥലത്ത് ശരിയായ രീതിയിൽ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം ശരിയായ രീതിയിൽ ചെയ്യുക, അതിനാണ് ഹിക്മ എന്ന് കൊണ്ട് അർത്ഥാക്കുന്നത്. ഓക്കെ. അപ്പം ഖുർആനില് നമ്മളടുത്ത് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓരോ കാര്യം എടുത്തു നോക്കുമ്പോൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഖുർആനിലില്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഖുർആനിലില്ല അല്ലേ. ഇപ്പം നമസ്കാരം എടുത്തു നോക്കുമ്പോൾ ഖുർആനിൽ ഇഷ്ടംപോലെ സ്ഥലത്ത് അഖീമുസ്സലാത്ത് ഉണ്ട്, അഖീമുസ്സലാ ആതു സക്ക എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങനെ നിസ്കരിക്കണം അല്ലെ, എപ്പം നിസ്കരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്യൂട്ടി എന്തായിരുന്നു? അത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക. എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോ, എന്തിനാണ് ഇത് ചെയ്യാൻ പറഞ്ഞത് അല്ലെ, എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്. പൊതുവെ സാധാരണഗതിയിൽ ഖുർആൻ നമ്മൾ ഓതുമ്പം പിന്നെ മെല്ലെ മെല്ലെ ഖുർആനെ മനസ്സിലാക്കി വരുമ്പം നമുക്ക് നമ്മൾ പോലും അറിയാതെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്തൊരു ഇഷ്ടംലെ ഒരു ഹുബ്ബൊക്കെ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ഇഷ്ടം വരുമ്പോൾ നമുക്ക് അള്ളാഹിനെ അനുസരിക്കുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതും നമുക്ക് മനസ്സിലാവും. പക്ഷേ എങ്ങനെ അനുസരിക്കണം അല്ലേ, എല്ലാ അർത്ഥത്തിലും എങ്ങനെ അള്ളാഹിനെ തൃപ്തിപ്പെടുത്തണം, ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്ത് എങ്ങനെ തൃപ്തിപ്പെടുത്തണം എന്ന് നമുക്കറിയില്ല. അതെങ്ങനെയാണ് നമുക്കറിയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ട് അല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം, കാരണം ഖുർആൻ ഓതുമ്പോൾ ഖുർആനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അള്ളാഹിനോടുള്ള ഇഷ്ടം മനസ്സിലാവും, അള്ളാഹ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യണം നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്ത് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ്. എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെല്ലണം, വാതിൽ തുറക്കുമ്പോൾ എന്ത് ചെല്ലണം, ബാത്റൂമിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം, ഏത് കൈ കൊണ്ട് കഴിക്കണം, ഏത് കൈ കൊണ്ട് കൈ കൊടുക്കണം അല്ലെ, ബിസ്മി, പുറത്തിറങ്ങുമ്പോൾ ബിസ്മി, വീട്ടിനകത്തേക്ക് കയറുമ്പോഴുള്ള ദുആ, പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ദുആ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് കൊണ്ടാണ്. അതായത് അൽ ഹിക്മ അല്ലെ. ആ ഹിക്മ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. സുന്നത്ത് വെച്ചിട്ട് ഖുർആനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പം ഖുർആൻ യത്ലു അലൈഹിം, അവരുടെ മേൽ ഓതി കൊടുത്തു, വയുഅല്ലിമുഹുൽ കിതാബ്, ആ ഗ്രന്ഥത്തെ അവർ പഠിപ്പിച്ചും കൊടുത്തു, വൽ ഹിക്മ, അതെങ്ങനെയാണ്, എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അല്ലെ ഒക്കെ എന്താണ് വിശദീകരിച്ചു കൊടുത്തു. അത് ഓരോന്നും എങ്ങനെ ചെയ്യണം എന്നുള്ളത് ജീവിതം കൊണ്ട് സുന്നത്ത് കൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാമും ഇസ്മായിൽ അലൈഹി സ്വലാമും അവരെ ദുആ ആണ്, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും അല്ലേ, ഒരു റസൂലിനെ അവരുടെ ഇടയിൽ നിന്ന് നീ നിയോഗിക്കേ. അപ്പം നിയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ റസൂൽ ചെയ്യേണ്ടത്? യത്ലു അലൈഹിം ആയാതിക, അവരുടെ മേൽ ആ ഗ്രന്ഥം ഓതി കൊടുക്കണം, വയുഅല്ലിമുഹുൽ കിതാബ്, അത് പഠിപ്പിച്ചു കൊടുക്കണം, വൽ ഹിക്മത്ത്, അതിന്റെ ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കണം, അവസാനമായിട്ട് വയുസക്കീഹിം, നാലാമത്തെ പോയിന്റ്, യുസക്കീഹിം, അവര് പ്യൂരിഫൈ ചെയ്യണം, അവരെ എന്താണ് ക്ലീൻ ആക്കണം, സംസ്കരിക്കണം.
ഓക്കെ. യുസക്കീഹിം സായി കാഫ് യാ അല്ലെങ്കിൽ വാവ് തസ്കിയ എന്നുള്ള വാക്ക് സക്കാത്ത് എന്നുള്ള വാക്കൊക്കെ ഇതിൽ നിന്നാണ്. സക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ നമ്മുടെ സമ്പത്തിനെ നമ്മൾ ശുദ്ധീകരിക്കുന്നതാണ് സക്കാത്ത്. എങ്ങനെയാണ് നമ്മൾ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നത്? അത് നമ്മൾ അതിൽ നിന്ന് ദാനം കൊടുത്തിട്ട് അല്ലെ, അത് അർഹിക്കുന്ന ആളുകൾക്ക് അത് കൊടുത്തിട്ട്. നമ്മുടെ സമ്പത്ത് നമ്മളുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാല് നമുക്ക് അതിനകത്ത് ഒരു ബർക്കത്തും ഉണ്ടാവില്ല അല്ലെ. അത് എന്ന് വെച്ചാൽ നമ്മൾ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മുഴുവൻ ഉപയോഗിക്കാനും പറ്റില്ല. അത് ഏതെങ്കിലും രീതിയിൽ നശിച്ചു പോകും അല്ലെ. വേറെ ഏതെങ്കിലും രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മളടുത്ത് നിന്ന് എടുത്ത് കളയും. അപ്പൊ നമ്മൾ എങ്ങനെയാ പ്യൂരിഫൈ ചെയ്യണ്ടേ, എങ്ങനെയാ നമ്മുടെ കയ്യിലെ സമ്പത്തിനെ എന്താണ് ശുദ്ധീകരിക്കേണ്ടത്? അത് അള്ളാഹ് പറഞ്ഞ ആളുകൾക്ക് അർഹിക്കുന്നവർക്ക് കൊടുത്തിട്ട് അല്ലെ. അതേപോലെ തസ്കിയ അല്ലെങ്കിൽ സക്കാത്തിന് ഒരർത്ഥം കൂടെ ഉള്ളത് ഗ്രോത്ത്, വളർച്ച. പ്യൂരിഫൈയും ചെയ്യണം, സംസ്കരിക്കുകയും വേണം, അതിനെ വളർത്തുകയും വേണം. ശരിക്കും സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ, സക്കാത്ത് അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രീതിയിൽ ധനം ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ധനം വളരുകയും ചെയ്യും അല്ലെ. നമ്മൾ മുമ്പ് ഏതോ ഒരു ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ഹൃദയശുദ്ധീകരണത്തിലാണ് തസ്കിയ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മീനിങ്സ് ഒക്കെ. അപ്പം പ്യൂരിഫിക്കേഷനും എന്താണ് വളർച്ചയും. ശരിക്കും തസ്കിയ എന്ന് പറയുന്ന വാക്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തഹ്ലിയ, തഹ്ലിയ മോളിൽ കുത്തുള്ള ഹ. ഓക്കെ. തഹ്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കുക. മോശപ്പെട്ട കാര്യങ്ങൾ, മോശപ്പെട്ട സ്വഭാവങ്ങൾ, മോശപ്പെട്ട ക്വാളിറ്റീസ്, ഹാബിറ്റുകൾ ഒക്കെ, നമ്മളെ കുറെ ചീത്ത ശീലങ്ങൾ ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കുക. രണ്ടാമത്തത് തഹ്ലിയ, കുത്തില്ലാത്ത ഹ. ഓക്കെ. തഹ്ലിയ എന്ന് പറഞ്ഞാല് അലങ്കരിക്കല്. അലങ്കരിച്ച്, അതായത് മോശപ്പെട്ടതൊക്കെ ഒഴിവാക്കിയിട്ട് ഭംഗിയാക്കി അലങ്കരിക്കുന്നതാണ് തഹ്ലിയ. ഈ തഹ്ലിയയും തഹ്ലിയയും ചേർന്നതാണ് തസ്കിയ. നമ്മളെ വീടൊന്ന് നന്നാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യാം? വേഗം ഒരു പെയിന്ററെ വിളിച്ച് പെയിന്റ് അടിക്കുകയാണോ ചെയ്യാം? ഒരു പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെ മോശപ്പെട്ട സാധനങ്ങളൊക്കെ ഒഴിവാക്കുമ്പോൾ അത് ആ ചുമരുമേല് അവിടെ സ്ക്രാച്ചായി അല്ലെ, ഇവിടെ പെയിന്റ് പോയി. സുബ്ഹാനല്ലാഹ്. പകരം നമ്മൾ ശരിക്കും എന്താ ചെയ്യുക? ആദ്യം നമ്മൾ തഹ്ലിയ ചെയ്യും അല്ലെ. വേണ്ടാത്ത എല്ലാ സാധനങ്ങളും നമ്മളെടുത്ത് ഒഴിവാക്കും, എന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് പെയിന്റ് ചെയ്ത് അങ്ങനെ അഡോൺ ചെയ്യും, തഹ്ലിയ ചെയ്യും, ഭംഗിയാക്കും. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മളൊരു ഫ്ലോർ ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം നമ്മൾ അടിച്ചു വാരോ അതോ തുടയ്ക്കോ? ആദ്യം മോശപ്പെട്ട കാര്യങ്ങളൊക്കെ അടിച്ചു വാരിയിട്ട് കളയും അല്ലെ, എന്നിട്ടേ തുടയ്ക്കാൻ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ആദ്യം തന്നെ തുടച്ചു കഴിഞ്ഞാൽ ആ നിലത്തുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ അങ്ങ് പറ്റിപ്പിടിച്ചു പോകും. അപ്പൊ ആദ്യം മോശപ്പെട്ടതൊക്കെ ഒഴിവാക്കി എന്നിട്ട് അതിനെ തുടച്ച് എന്നിട്ട് അവിടേക്ക് ഭംഗിയുള്ള സാധനങ്ങൾ വെക്കും. അപ്പം തഹ്ലിയ ചെയ്യണം, ഭംഗിയാക്കണം. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഒഴിവാക്കി കളയാൻ പറ്റില്ലല്ലോ. എല്ലാം ഒഴിവാക്കി കളഞ്ഞാൽ അത് അവിടെ ജീവിക്കാൻ പറ്റാണ്ടാവും. അപ്പം നമ്മളെ മനുഷ്യന്മാരെ യുസക്കീഹിം, അവരെ പ്യൂരിഫൈ ചെയ്യുന്നതിന്റെ, സംസ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത്? അവരുടെ സ്വഭാവം, ശീലങ്ങള്, മാനേഴ്സ്, ജീവിത രീതികൾ, അതൊക്കെ നന്നാക്കണം അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ എന്തൊക്കെയാ പഠിപ്പിച്ചത്? ആദ്യം കുറേ കാര്യങ്ങൾ മോശപ്പെട്ടത് ഒഴിവാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. കളവ് പറയരുത്, ചതിക്കരുത്, ഉപദ്രവിക്കരുത്, അപമാനിക്കരുത് അല്ലെ, മോശപ്പെട്ട രീതിയിൽ സംസാരിക്കരുത്, വെറുപ്പുണ്ടാക്കുന്ന വെറുപ്പ് കീപ്പ് ചെയ്യരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാനും പറഞ്ഞിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ കയറ്റാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സത്യസന്ധത, ആത്മാർത്ഥത, ഇഖ്ലാസ്, കീഴൊതുങ്ങല്, ദയ, കാരുണ്യം. സുബ്ഹാനല്ലാഹ്. അപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച രീതി ഇതാണ് തസ്കിയ. ആദ്യം തഹ്ലിയ, പിന്നെ തഹ്ലിയ. ഒഴിവാക്കേണ്ട മോശപ്പെട്ടതൊക്കെ ഒഴിവാക്കി നല്ലത് കൊണ്ട് അലങ്കരിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയുസക്കീഹിം, അവരുടെ ഇടയിൽ ജീവിച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്തു അല്ലെ, ശരിയായ രീതിയിൽ തർബിയ നടത്തി. അങ്ങനെ അവർ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്. തുടർന്ന് പറയുന്ന ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നിശ്ചയമായും എന്താണ് അള്ളാഹുവെ, നീ തന്നെയാണ് അൽ അസീസ്, നീ തന്നെയാണ് അൽ ഹക്കീം. അസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്സത്തുള്ള ഐൻ ഇസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് പവർ, പ്രതാപം, ശക്തി, കഴിവ് എന്നൊക്കെ പറയാം. അൽ അസീസ് ഇസ്സ, ശക്തിയുള്ളവൻ, കഴിവുള്ളവനാണ്. അള്ളാഹുവിനെ ആർക്കും മറികടക്കാൻ പറ്റൂല അല്ലെ. അള്ളാഹുവിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ കഴിവിനെ ആർക്കും തടയാൻ പറ്റൂല. പെർഫെക്റ്റ് ആയിട്ടുള്ള കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇവിടെ അൽ അസീസ് എന്ന് ഉപയോഗിക്കാൻ കാരണം എന്താണ്? അള്ളാഹ് ഇവിടെ ഒരു പ്രവാചകനെ അയക്കുന്ന കാര്യമാണ് പറഞ്ഞത് അല്ലെ. പ്രവാചകനെ അയച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യിക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. പഠിപ്പിക്കണം, ഓതിക്കൊടുക്കണം, ഹിക്മത്ത് പറഞ്ഞു കൊടുക്കണം, യുസക്കീഹിം അല്ലേ. ഇതൊക്കെ ആർക്കാ പറ്റുക? അൽ അസീസായ റബ്ബിന് മാത്രല്ലേ. പെർഫെക്റ്റ് ആയിട്ടുള്ള കഴിവുള്ള റബ്ബിന് മാത്രമേ പറ്റുള്ളൂ. വീക്കായിട്ടുള്ള, ഒന്നിനും കഴിയാത്ത ആർക്കെങ്കിലും ഇതിന് പറ്റുമോ? റബ്ബിന്റെ ഇസ്സത്തുള്ള റബ്ബിന് മാത്രമേ ഇത് പറ്റുള്ളൂ അല്ലെ. ഇത്രയും പവറുള്ള റബ്ബിന് മാത്രമേ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്.
അപ്പം അൽ അസീസ്, അൽ ഹക്കീം. ഹക്കീം ഹാക്കാഫ് മീം. ഹക്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥങ്ങളാണ്. ദുൽ ഹിക്മ, ദുൽ ഹുക്കും. ഹിക്മ ഉള്ളവനും ഹുക്കും ഉള്ളവനും. ഹിക്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം, യുക്തി എന്നൊക്കെ പറയാം. ഹുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പന, റൂള്, നിയമങ്ങള്, ജഡ്ജ്മെന്റ്. അതാണ് ഹുക്കും. അപ്പൊ അള്ളാഹ്ക്ക് ഇത് രണ്ടും ഉണ്ട് അല്ലെ. ഹിക്മയുണ്ട്, ഹുക്കുമുണ്ട്. ദുൽ ഹുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അല്ലെ. അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ വിസ്ഡം കൊണ്ട്, ഹിക്മത്ത് കൊണ്ട്, അള്ളാഹു അൽ ഹക്കീം ആയതുകൊണ്ട് അള്ളാഹുവിന്റെ വിസ്ഡം കൊണ്ട് അള്ളാഹു നമുക്ക് ഒരുപാട് കമാൻഡ്സ്, ഒരുപാട് കൽപ്പനകൾ നമുക്ക് അയച്ചു തരുന്നുണ്ട് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി അള്ളാഹു അതിനകത്ത് ഹിക്മത്ത് ഉള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ ആ കൽപ്പനകളെല്ലാം എന്താണ്, മനുഷ്യർക്ക് പ്രയോജനപ്രദമാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആളുകൾക്ക് ഗുണം ചെയ്യുന്നതാണ്. അതിന്റെയൊക്കെ പിന്നില് റീസൺസ് ഉണ്ട്, ഹിക്മത്ത് ഉണ്ട്. അപ്പം അൽ ഹക്കീം, നിന്റെ എല്ലാം, നീ തരുന്ന എല്ലാ കൽപ്പനകളും എന്താണ്, ഹിക്മത്ത് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നിന്റെ കൽപ്പനകളൊക്കെ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു. അതേപോലെ നീ ആ ഹിക്മത്തോട് കൂടി നീ പല കൽപ്പനകൾ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. എന്താണ്, അതുകൊണ്ട് ആ കൽപ്പനകളെല്ലാം, ഹുക്കുമുകളെല്ലാം ഞങ്ങള് അനുസരിക്കുകയും ചെയ്തോളാം. അൻതുൽ ഹുക്കും. അപ്പം ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നിനക്ക് മാത്രമേ അതിനുള്ള പവർ ഉള്ളൂ, കഴിവുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു റസൂലിനെ അയക്കാൻ. പ്ലസ് നീ എന്താണ്, അൽ ഹക്കീമാണ്, നീ ഹിക്മത്തുള്ള നിയമങ്ങളെ അയക്കുള്ളൂ. പ്ലസ് നിനക്ക് നിയമങ്ങളുണ്ട്, നിനക്ക് ഹുക്കുമുകളുണ്ട് അല്ലെ. നീ അൻതൽ ഹുക്കും, നീ ഹുക്കുമുകൾ ഉള്ളവനാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ഹുക്കുമുകളെല്ലാം, നിന്റെ നിയമങ്ങളെല്ലാം, കൽപ്പനകളെല്ലാം ഞങ്ങൾ അനുസരിക്കണം. സുബ്ഹാനല്ലാഹ്, അനുസരിച്ചോളാം. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം. റെക്കോർഡ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ഇതിന്റെ ലെസൺസ് കൂടെ പറഞ്ഞിട്ട് നിർത്താം ഇൻഷാ അല്ലാഹ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ആളുകൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹിദായത്തിന് ആവശ്യക്കാരാണ് അല്ലെ. ആളുകൾ അള്ളാഹുവിന്റെ ഹിദായത്തിന് ആവശ്യക്കാരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അള്ളാഹു അയച്ചിട്ടുള്ളത്. നമ്മൾ മുമ്പുള്ള ആയത്തിൽ അരിന മനാസിക്കന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഞങ്ങൾക്ക് നിന്നെ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടതെന്ന് നീ പഠിപ്പിച്ചതാ. ആൾക്കാർക്ക് സ്വന്തമായിട്ട് അവരുടേതായ രീതിയിൽ ഇബാദത്തുകളൊന്നും കൊണ്ടുവരാൻ പറ്റൂല. ആരെങ്കിലും സ്വന്തമായിട്ട് ഇബാദത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യർക്ക് ഒരു പ്രയോജനം ഇല്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ ദോഷം ഉണ്ടാക്കുന്നതായിരിക്കും അല്ലെ. പലപ്പോഴും നമ്മൾ പലതും കേൾക്കാറുണ്ട്. ചില ഫോർവേഡ് മെസ്സേജസിലൊക്കെ കാണാറുണ്ട്, എന്തെങ്കിലും ഒരു ദിക്റൊക്കെ 1,00,000 പ്രാവശ്യം ചൊല്ലുക. സുബ്ഹാനല്ലാഹ് അല്ലെ. ആർക്കാ പറ്റുക 1,00,000 പ്രാവശ്യമൊക്കെ അങ്ങനെ ഒരു ദിക്ർ? അല്ലെങ്കിൽ ആർക്കാ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക അത്രയും നേരം? സുബ്ഹാനല്ലാഹ്, ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ചൊല്ലിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. അതൊക്കെ ആളുകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന എന്താണ്, ഇബാദത്തുകൾ. അത് മനുഷ്യർക്ക് ഒന്നെങ്കിൽ പ്രയാസമുള്ളതായിരിക്കും, അല്ലെങ്കിൽ റിസൾട്ട് ഇല്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നതായിരിക്കും. സുബ്ഹാനല്ലാഹ് അല്ലെ. പിന്നെ വേറെ ചിലത്, ഇപ്പം നമുക്കറിയാം മുഹറവുമായിട്ട് ബന്ധപ്പെട്ട് ചില ഗ്രൂപ്പുകൾക്ക് സ്വയം ഉപദ്രവങ്ങൾ വരുത്തി വെക്കുന്ന, സ്വയം ശിക്ഷിക്കുന്ന രീതിയിലുള്ള പല ആചാരങ്ങളുണ്ട്. മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന ചില വിഭാഗങ്ങളിൽ തന്നെ. എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. ഒരു ബ്ലേഡും ചങ്ങലയും ഒക്കെ എടുത്ത് മേലടിച്ച് പൊട്ടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറെ കർമ്മങ്ങളുണ്ട്. അതൊക്കെ മനുഷ്യന് സ്വയം ഉപദ്രവം വരുത്തി വെക്കുന്നതാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല തരുന്ന എല്ലാ കൽപ്പനകളും, എല്ലാ കമാൻഡ്സും നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളതേ തരുള്ളൂ. ഓക്കെ. അതുകൊണ്ട് നമുക്ക് സ്വയം ഒരു ഇബാദത്തും ഇൻവെന്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അള്ളാഹു നമ്മൾ എങ്ങനെയാണ് അവനെ ഇബാദത്ത് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അവന്റെ നബിമാരെ അള്ളാഹു അയച്ചിട്ടുള്ളത്. കാരണം നമുക്ക് അള്ളാഹുവിന്റെ സഹായം വേണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. ഹിദായത്ത് അള്ളാഹു വഴി, പ്രവാചകന്മാർ വഴി നമ്മളിൽ എത്തിയതാവണം. അതുകൊണ്ടാണ് വബഅസ് ഫീഹിം റസൂല, ഞങ്ങൾക്ക് നബി ഇല്ലാതെ, ഞങ്ങൾക്കൊരു റസൂൽ ഇല്ലാതെ പറ്റൂല. സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഏതെങ്കിലും റസൂൽ വന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന സുന്നത്ത് അല്ലെ, അതാണ് നമ്മളുടെ ഹിദായത്ത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന ആ ഒരു സുന്നത്ത് വഴിയാണ്. അതിനെ നമ്മൾ ഫോളോ ചെയ്യുകയും വേണം, നമ്മൾ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് എല്ലാം പ്രയോജനമുള്ളതാണ്. ഓക്കെ. ആയാത്ത്, കിതാബ്, ഹിക്മ, തസ്കിയ അല്ലെ, ഇതിനകത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ആളുകൾക്ക് പ്രയോജനം ഉള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ദീൻ പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലെ. നമ്മൾക്ക് ആ ഒരു തിലാവ നടത്തുമ്പോൾ തന്നെ നമുക്ക് അതിന് പ്രതിഫലമുണ്ട്. അത് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെ. നമുക്ക് ഇഹലോകത്ത് തന്നെ ഒരുപാട് വ്യത്യാസം കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ജീവിതങ്ങളൊക്കെ ഒരുപാട്
എളുപ്പമായി മാറുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅല്ലിമുഹുൽ കിതാബ്, അല്ലെ, ആ കിതാബ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സമൂഹം, അന്നത്തെ അറബ് സമൂഹം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് ഭയങ്കര മോശപ്പെട്ട അവസ്ഥയിലുള്ള സമൂഹമായിരുന്നു, അല്ലെ. അറബികൾ ഒരു പക്ഷെ ആളുകൾക്ക് അറിയ പോലും ഇല്ലായിരുന്നു അതുവരെ. അവരിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുകയും അവർ തമ്മിൽ തല്ലും വഴക്കും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു. വിശപ്പും പ്രശ്നങ്ങളും പട്ടിണിയും എന്താണ് വെള്ളപ്പൊക്കവും അറ്റാക്സും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. ഒരുപാട് ഉപദ്രവങ്ങൾ, അല്ലെ. അവർക്ക് സ്വന്തമായിട്ട് ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല. അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ ഗോത്രത്തിന് സപ്പോർട്ട് ഇല്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. യതീമുകളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. സ്ത്രീകളെ സംരക്ഷിക്കാൻ സ്ത്രീകൾക്ക് ഒരുപാട് ഉപദ്രവങ്ങളും മോശപ്പെട്ട അപമാനകരമായ പല ട്രീറ്റ്മെന്റും കിട്ടിയിട്ടുണ്ടായിരുന്നു, അല്ലെ. കുട്ടികൾ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അബോർഷൻ എന്നുള്ളത് വേറെ, പക്ഷെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കൊല്ലാണ്ട് അല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിടിച്ചുപറി, കളവ്, കൊലപാതകം ഒക്കെ ഭയങ്കര കോമൺ ആയിരുന്നു. ഈവൻ അടിമത്വം പോലും ഇസ്ലാമിന് മുമ്പേ ഉണ്ടായിരുന്ന അടിമത്വം എന്ന് പറയുന്നത് ഭയങ്കര മോശപ്പെട്ട അവസ്ഥയിലുള്ളതായിരുന്നു. ഇസ്ലാമാണ് അടിമത്വത്തിന് ഒരു ഭംഗിയുള്ള ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമായിരിക്കും, എന്തിനാണ് അടിമത്വം, ഇസ്ലാമിൽ എന്തിനാണ് അടിമത്വത്തിനുള്ള നിയമങ്ങൾ, അല്ലെങ്കിൽ വലങ്കൈ ഉടമപ്പെടുത്തുന്നത് എന്തിനാണെന്നല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ തന്നെ ഇതുപോലെ ഒരു ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും ഇതിന്റെ യൂട്യൂബ് ലിങ്കിന്റെ താഴെ കൊടുക്കാൻ നോക്കാം. പറ്റുന്നവർ അത് സമയമെടുത്ത് കേൾക്കുക. അതൊന്നും എക്സാമിന് വരാൻ വേണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുള്ള മോശപ്പെട്ട ഒരു അവസ്ഥയെ ഈ ഖുർആൻ വഴി, അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഈ ഒരു ഖുർആൻ വഴി 23 കൊല്ലം കൊണ്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിന് വാർത്തെടുത്തു, അല്ലെ. ആരെയും പേടിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹമാക്കി മാറ്റി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന്റെ ഒരു തെളിവായിട്ട് ഒരു സഹാബിയോട് ഒരു ഹദീസിനകത്ത് പറയുന്നുണ്ട്. ഒരു സമയം വരും, അപ്പം ഒരു സ്ത്രീക്ക് ഹിറയിൽ നിന്ന് ഒന്നിനെയും പേടിക്കാതെ, അതായത് അവൾ ഫുൾ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് പോലും ഒന്നിനെയും പേടിക്കാതെ അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്ന് തവാഫ് ചെയ്ത് തിരിച്ചു പോവാൻ പറ്റും. അത്രക്കാണ് മുമ്പേ ഉള്ള ഇസ്ലാമും ശേഷമുള്ള ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം. കാരണം ഇസ്ലാമിന് മുമ്പേ ഇസ്ലാമിന് മുമ്പേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇസ്ലാമിന് മുമ്പേ ഇതൊന്നും സാധ്യമായിരുന്നില്ല. അത്രയ്ക്ക് ഭയപ്പെട്ടിട്ടാണ് ആളുകൾ ജീവിച്ചത്. അപ്പം ഈ ഒരു ഹിദായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എക്സ്പ്ലെയിൻ ചെയ്തത് ഖുർആൻ, അത് അത്രയ്ക്ക് ആളുകൾക്ക് പ്രയോജനകരമായ കാര്യമായിരുന്നു. ഓരോ കുഞ്ഞി കാര്യങ്ങളും. അപ്പൊ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മൾ കേൾക്കുമ്പോൾ, പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അത് നമുക്കൊരു ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഇടങ്ങേറാണ്, അല്ലെങ്കിൽ ശരിയില്ല എന്ന് നമുക്ക് തോന്നേണ്ട കാര്യമില്ല. അതിന് അത്ര ഗുണം ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് എല്ലാം എടുക്കാൻ പറ്റിയെന്നില്ല, പക്ഷെ അതിനകത്തൊക്കെ ഗുണമുണ്ടാവുമെന്ന് മനസ്സിലാക്കാം. ചിലത് പ്രത്യക്ഷമായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഗുണം തോന്നിയില്ലെങ്കിലും ലോങ് റണ്ണിൽ നമുക്ക് ഗുണമുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഖുർആനും സുന്നത്തും വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത് എല്ലാം പ്രയോജനപ്രദമായ കാര്യമാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെ പ്രാധാന്യം. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല നബീനെ അയച്ചത് യുഅല്ലിമുഹുൽ കിതാബിലെ, കിതാബ് പഠിപ്പിച്ചു കൊടുക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തോട് കൂടി പഠിച്ചിട്ടില്ലെങ്കിൽ ഈ കിതാബ് മനസ്സിലാക്കാൻ പറ്റൂല, അല്ലെ. നമുക്ക് ഖുർആനെ വേറെ സുന്നത്തിനെ വേറെ ആക്കി വെക്കാനേ പറ്റൂല. രണ്ടും ഒന്നിച്ച് പോകേണ്ട കാര്യങ്ങളാണ്. നമുക്കറിയാം ചില ഗ്രൂപ്പ് ആൾക്കാർ തന്നെയുണ്ട്, ഈ ഹദീസ് എന്ന് പറയുന്നത് അതിനകത്ത് ഈ സ്വഹീഹും സ്വഹീഹല്ലാത്തയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ ഹദീസിന്റെ ആവശ്യമില്ല, നമ്മൾ ഖുർആന്റെ മാത്രം ആൾക്കാരാണ്, ഖുർആന്റെ അഹ്ലുകാരാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഹദീസിന്റെ ഓതന്റിസിറ്റി അത്ര എക്സ്ട്രീമിൽ, അതായത് ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന രീതിയിൽ എക്സ്ട്രീമിൽ സംശയിക്കുന്നുണ്ടെങ്കിൽ അവർ ഖുർആനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഹദീസ് നമ്മളിലേക്ക് എത്തിച്ച അതേ ആളുകൾ തന്നെയാണ്, അതേ സമൂഹം തന്നെയാണ് നമ്മളിലേക്ക് ഖുർആനും എത്തിച്ചത്, അല്ലെ. അപ്പം അവിടെ അവർ ഖുർആനെയും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഖുർആൻ ഇല്ലാണ്ട്, അല്ലെ, ഹദീസ് ഇല്ലാണ്ട്, സുന്നത്തില്ലാണ്ട് ഖുർആൻ ഇല്ല. സുന്നത്തിന്റെ പ്രാധാന്യം രണ്ടും ഒന്നിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ശരിയാണ്, ഹദീസിൽ കുറച്ച് സ്വഹീഹല്ലാത്ത കാര്യങ്ങളുണ്ട്, അല്ലെ, ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിൽ വെക്കുക, അള്ളാഹു ഉദ്ദേശിക്കാതെ, അള്ളാഹു അനുവദിക്കാതെ അങ്ങനെയൊന്നും നടക്കൂല, അല്ലെ. അള്ളാഹ്ക്ക് ഖുർആനെ ലോകാവസാനം വരെ ഒരു ഹർക്കത്ത് പോലും മാറ്റാതെ നിലനിർത്താന്ന് പ്രോമിസ് ചെയ്തിട്ട് അങ്ങനെ നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ റബ്ബിന് ഹദീസിനെയും അങ്ങനെ വെക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അള്ളാഹു അതിനെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ
അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് ഉണ്ട്. അള്ളാഹ്ക്കറിയാം അവന്റെ സൃഷ്ടികളെ, എന്താണ്, വളഞ്ഞ ഹൃദയങ്ങളുള്ളവരെ, വഴിതെറ്റി പോകുന്ന ഉറപ്പുള്ളവരെ അല്ലെ. അപ്പം അവർക്ക് വഴിതെറ്റി പോകാൻ വേണ്ടി അള്ളാഹുവായിട്ട് ഒരു വഴി ഉണ്ടാക്കിയതാന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഹൃദയം ഇഖ്ലാസ് ഉള്ളതാക്കാം. അള്ളാഹുവിന് തൃപ്തിയുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. അള്ളാഹിന്റെ കൽപ്പന ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, അനുസരിക്കാൻ തയ്യാറാണ് എന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ആ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹു പഠിപ്പിക്കും നമ്മളെ. ശരി എന്താണ് തെറ്റെന്താണെന്ന് അള്ളാഹ് തന്നെ നമ്മളെ പഠിപ്പിക്കും. അപ്പം എന്താണ്, ഓതന്റിക് അല്ലാത്തതും ഓതന്റിക്കും തമ്മിൽ തിരിച്ചറിയാനും ശരിയും തെറ്റും തിരിച്ചറിയാനും ഒക്കെ ഉള്ള ഒരു ഉൾക്കാഴ്ച അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും, നമ്മുടെ ഹൃദയം ഇഖ്ലാസ് ഉള്ളതാക്കി തീർത്താലും. ഓക്കെ, അപ്പൊ ഖുർആനെയും സുന്നത്തിനെയും കംപ്ലീറ്റ് വേറെ ആക്കിയിട്ട് സുന്നത്ത് വേണ്ട ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ദീനിനെ നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരുപാട് രീതിയിലുള്ള ഖുർആന്റെ ഇന്റർപ്രിട്ടേഷൻസ്, ഖുർആനെ പലരും പല രീതിയിൽ മനസ്സിലാക്കി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാനുണ്ട്. പല പുതിയ വഴികളും അതിന് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പലപ്പോഴും അവര് എന്താ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ നഫ്സിന്റെ ഇച്ഛകളെ ഖുർആൻ ഉപയോഗിച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ട്, ശരിയാക്കി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വളച്ചൊടിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ പറയാണ്. അതുകൊണ്ട് തന്നെ സുന്നത്തില്ലാതെ ഖുർആനെ എക്സ്പ്ലെയിൻ ചെയ്യാതെ ശരിയാവൂല. പല കാര്യങ്ങൾക്കും നമുക്ക് എന്താണ്, സുന്നത്തിൽ തെളിവുകൾ ഉണ്ടാവും. പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ സുന്നത്ത് തന്നെ മതിയാവും. അപ്പം അതല്ലാതെ ഖുർആനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നവര് സുബ്ഹാനല്ലാഹ് കുറേ ഉണ്ട്. ഇപ്പം ഇന്നത്തെ കാലത്ത് ഹിജാബ് നിർബന്ധം ഇല്ല എന്ന് പറയുന്നവര്, സിഹർ ഇല്ല എന്ന് പറയുന്നവര്, സിഹറിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നവര്, റിബ ചില അതായത് പലിശ ചില കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് അലൗഡ് ആണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ ഖുർആനെ ശരിയായ സുന്നത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ, ആ ഒരു ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. അപ്പൊ നമ്മളുടെ ഹൃദയങ്ങൾ ബേസിക്കലി നമ്മൾ ക്ലീൻ ആക്കി സ്ട്രെയിറ്റ് ആക്കി വെക്കുക, ഇഖ്ലാസ് ഉള്ളതാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഈ സംശയങ്ങളൊന്നും വരില്ല. അപ്പൊ ഖുർആനെയും സുന്നത്തിനെയും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വഴികേട് ഭയങ്കര എളുപ്പമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ കൂട്ടത്തിൽ പെടുന്നതിനെ തൊട്ട് നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം വയുഅല്ലിമുഹുമുൽ കിതാബ്, നമ്മളെ കിതാബ് പഠിപ്പിക്കാൻ അള്ളാഹു അയച്ചതാണ്. എങ്ങനെയാണ്? ജീവിതം കൊണ്ട്, സുന്നത്ത് കൊണ്ട് അല്ലെ. പിന്നെ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് എല്ലാം ആളുകളുടെ അഖ്ലാഖിനെ ബെറ്റർ ആക്കുന്നതായിരുന്നു അല്ലെ. ആളുകളുടെ സ്വഭാവ രീതികളെ, മാനേഴ്സിനൊക്കെ നന്നാക്കുന്നതായിരുന്നു. കാരണം അറബികൾ ഒരു കാലത്ത് ഭയങ്കര മോശപ്പെട്ട ആൾക്കാരായിരുന്നു അല്ലെ. പക്ഷെ പിന്നീട് ഇസ്ലാമിന് ശേഷം അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ ബുഇസ്തു ലഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എന്നെ ആളുകളുടെ അഖ്ലാഖ് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, കരീമാക്കാൻ വേണ്ടി, ബഹുമാന്യതാക്കാൻ വേണ്ടിയിട്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇവിടേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് എന്തും ആളുകളുടെ സ്വഭാവങ്ങളെ, അഖ്ലാഖിനെ ബെസ്റ്റ് ആക്കുന്നതാണ്. പിന്നെ ലാസ്റ്റ് പോയിന്റ്, ഒരുപാട് നീണ്ടുപോയി ക്ലാസ് എന്ന് എനിക്കറിയാം, എന്നാലും ലാസ്റ്റ് പോയിന്റ് ആണ്, ഇബ്രാഹിം അലൈഹിസ്ലാമും ഇസ്മായിൽ അലൈഹിസ്ലാമും ദുആ ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ എടുത്ത് പറഞ്ഞ ദുആ അല്ലേ. നമ്മളിപ്പോ ഇവിടെ കുറേ ദുആസ് കണ്ടു, ഒന്ന് കഴിഞ്ഞ ഒന്നായിട്ട്. അപ്പൊ അവര് ദുആ ചെയ്യുമ്പോൾ ഇന്നക അൻത സമീഉൽ അലീം, ഇന്നക അൻത തവ്വാബുർ റഹീം, ഇന്നക അൻതൽ അസീസുൽ ഹകീം അല്ലേ. 6 പേരുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സമീഉ, അലീം, അത്തവ്വാബ്, റഹീം, അൽ അസീസ്, അൽ ഹകീം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് നമ്മളടുത്ത് സൂറത്ത് അറാഫിൽ 180-ാമത്തെ ആയത്തില്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, ഏറ്റവും ബെസ്റ്റ് പേരുകൾ അള്ളാഹ്ക്കുള്ളതാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അത് ഉപയോഗിച്ച് നിങ്ങൾ വിളിക്കേ. അപ്പൊ അള്ളാഹിന്റെ അടുത്ത് ദുആ ചെയ്യുമ്പോൾ അള്ളാഹിന്റെ ഏറ്റവും ആ ഒരു ദുആക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പേരുകൾ എടുത്തു പറഞ്ഞ് ദുആ ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മൾ തൗബ ചെയ്യുമ്പം അത്തവ്വാബ് എന്ന് പറഞ്ഞ അള്ളാഹുവിനെ വിളിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അയക്കാൻ പറഞ്ഞപ്പോൾ അവർ അൽ അസീസ് എന്ന് വിളിച്ചില്ലേ. അള്ളാഹ്ക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. അപ്പം നമുക്ക് അള്ളാഹിന്റെ പേരുകൾ അല്ലെ, അള്ളാഹിന്റെ പേരുകൾ അറിയുന്നത് കൊണ്ട് ആ രീതിയിൽ ജീവിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അല്ലെ, നമ്മള് ശരിക്കും സ്വർഗം നിർബന്ധമായ ആളുകളിൽ പെടും. അള്ളാഹുവിന്റെ ഓരോ പേരും അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, പ്ലസ് ആ പേരുകൾ ഉപയോഗിച്ച് നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ മാഷാ അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, അള്ളാഹിന്റെ പേര് ഉപയോഗിച്ചിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഏറ്റവും തൃപ്തിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي
اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.